أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. بسم الله الرحمن الرحيم وبه نستعين. തംബീഹുൻ, ഒരു പ്രധാനപ്പെട്ട ഉണർത്തൽ. റവാത്തിബ് സുന്നത്തുകൾ അഥവാ ഫർള് നിസ്കാരങ്ങളുടെ മുമ്പും പുറകെയുമായി പതിവായി നിർവഹിക്കപ്പെടുന്ന സുന്നത്തുകൾ 22 റക്അത്താണ് പരമാവധി എന്ന് നമ്മൾ പറഞ്ഞു. ഇനി അതിൽ മുഅക്കദായതും അതിന്റെ വഖത്തിനെയും കുറിച്ച് ചെറുതായി ചില കാര്യങ്ങൾ പറയുകയാണ്. തംബീഹുൻ, യജൂസു, ജായിസാകും, തഅഖീറു റവാത്തിബിൽ ഖബലിയ്യത്തി, ഫർള് നിസ്കാരത്തിന് മുമ്പ് നിർവഹിക്കപ്പെടുന്ന റവാത്തിബ് സുന്നത്തുകളെ പിന്തിക്കൽ ജായിസാവും, ഖളാ ആകാതെ തന്നെ എന്നർത്ഥം. എവിടക്ക് പിന്തിക്കുക? അനിൽ ഫർളി, ഫർള് നിസ്കാരത്തെ തൊട്ട് പിന്തിക്കൽ ജായിസാകും. മാത്രമല്ല തകൂനു, ഫർള് നിസ്കാരത്തിന് ശേഷം നിസ്കരിക്കുന്ന ഈ മുമ്പുള്ള റവാത്തിബ് സുന്നത്ത് ആവുകയും ചെയ്യും. അതാ തന്നെ ആവുകയും ചെയ്യും. അപ്പൊ പിന്നെ നിസ്കാരം മുമ്പ് നിസ്കരിക്കൽ അതിന്റെ ഉത്തമമായ വഖ്ത്, മുഖ്താറായ വഖ്ത് എന്ന് പറയും. ഉദാഹരണം, ളുഹറിന്റെ മുമ്പുള്ള 4 റക്അത്ത് സുന്നത്ത് ളുഹർ ബാങ്ക് വിളിച്ച് ളുഹറായ ഫർള് നിസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പ് നിസ്കരിക്കൽ അതിന്റെ ഉത്തമമായ സമയമാണ്, മുഖ്താറായ വഖ്താണ്. എന്നാൽ ളുഹർ നിസ്കരിച്ചതിന് ശേഷം അസറാകുന്നതിന് മുമ്പ് എപ്പോൾ അത് നിസ്കരിച്ചാലും അത് അതാ തന്നെ. മനസ്സിലായില്ലേ? ഏറ്റവും ഉത്തമമായ സമയമല്ല, എന്നാൽ കറാഹത്തില്ല, അതാ ആയ വഖ്ത് തന്നെയാണ് അസർ ബാങ്ക് വിളിക്കുന്നത് വരെ. എന്നതുപോലെ അസറിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം അസറിനെ തൊട്ട് പിന്തിച്ച് മഗ്രിബിന്റെ മുമ്പ് നിസ്കരിച്ചാലും അത് ജായിസാണ്, അതോടുകൂടി അത് അദാവുമാണ്. അങ്ങനെ തന്നെ മഗ്രിബിന്റെ മുമ്പുള്ളത്, ഇശാഇന്റെ മുമ്പുള്ളത്, സുബഹിന്റെ മുമ്പുള്ളതൊക്കെ ആ ഫർള് നിസ്കാരത്തെ വിട്ട് പിന്തിച്ച് വഖ്ത് ഖളാവുന്നതിന് മുമ്പ് നിസ്കരിക്കൽ ജായിസാണ്, അത് അദാ ആവുകയും ചെയ്യും. അപ്പൊ മുമ്പ് നിസ്കരിക്കൽ അഫ്ളലായ വഖ്താണ്, അല്ലെങ്കിൽ മുഖ്താറായ വഖ്താണ് എന്നർത്ഥം. ഇത് ജായിസാണ്. എന്നാൽ വഖദ് യുസന്നു, ചിലപ്പോൾ ഈ മുമ്പുള്ള റവാത്തിബ് സുന്നത്തുകളെ പിന്തിക്കൽ സുന്നത്താക്കപ്പെടുക തന്നെ ചെയ്യും. ഇപ്പൊ പറഞ്ഞ ജായിസാണെന്നാ. ഇനി അങ്ങനെയല്ല, മുമ്പുള്ള സുന്നസ്കാരത്തെ ഫർള് നിസ്കാരത്തെ വിട്ട് പിന്തിക്കൽ സുന്നത്താവും. ഏതുപോലെ? ഉദാഹരണം, കാൻ ഹളറ, ഒരാള് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഹാളറായി, നിസ്കരിക്കുന്ന സ്ഥലത്ത് ഹാളറായി. വസ്വലാത്തു തുഖാമു, നിസ്കാരത്തിന് ഇഖാമത്ത് വിളിക്കപ്പെടുന്നുണ്ട്. എന്നാ പിന്നെ അവിടെ ആ സുന്നത്ത് നിസ്കാരത്തിന് നിൽക്കാതെ നേരെ ഫർള് നിസ്കാരത്തിലേക്ക് പ്രവേശിച്ച് ഫർള് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം മുമ്പുള്ള റവാത്തിബ് സുന്നത്തിനെ നിസ്കരിക്കലാണ് കറാഹത്ത്, സുന്നത്ത്. മറിച്ച് ഇഖാമത്ത് അവിടെ കൊടുക്കുന്നുണ്ടെങ്കിലും വേഗം പോയി റവാത്തിബ് സുന്നത്തിന് തക്ബീർ കെട്ടിയാൽ അത് സുന്നത്തിന്റെ വിപരീതമാണ്, അഥവാ കറാഹത്താണ്. ഇനി അത് മാത്രമല്ല, ഇഖാമത്ത് കൊടുക്കാൻ തുടങ്ങിക്കൊള്ളൊന്നുമില്ല. ഔ ഖറുബത്ത് ഇഖാമത്തുഹാ, ഫർള് നിസ്കാരത്തിന്റെ ജമാഅത്തിന് വേണ്ടി ഇഖാമത്ത് കൊടുക്കാൻ ആയിട്ടുണ്ട് സമയം. എത്രത്തോളം അടുത്തിട്ടുണ്ട്? ബിഹൈസു ലൗ ഇഷ്തഗല ബിഹാ, ഇപ്പോൾ ആ സുന്നത്ത് നിസ്കാരവുമായി അവൻ ഏർപ്പെട്ടാൽ യഫൂത്തുഹു, അവന് നഷ്ടപ്പെട്ടു പോകും തഹറുമുൽ ഇമാമി, ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാമിൽ സംബന്ധിക്കുക എന്ന
മഹത്വം നഷ്ടപ്പെട്ടു പോകും. അത്ര തണ്ട് ഇഖാമത്ത് കൊടുക്കാനായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു റക്അത്തൊക്കെ നിസ്കരിക്കാൻ സമയം കിട്ടും. രണ്ടാം റക്അത്തിലേക്ക് നിൽക്കുമ്പോഴത്തേന് ഇഖാമത്ത് കൊടുക്കും. അപ്പൊ രണ്ടാമത്തെ റക്അത്ത് നിസ്കരിച്ച് സലാം വിട്ടുമ്പോക്ക് ഇമാമ് തക്ബീർ കെട്ടി വജ്ജത്ത് കഴിഞ്ഞ് ഫാത്തിഹ ഓതാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോന് ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുക എന്ന് പറയുന്ന നിസ്കാരത്തിന്റെ വലിയ ഫളീലത്താണ്. അത് നഷ്ടപ്പെടും ഈ സാഹചര്യത്തിൽ. അപ്പൊ ഒന്നിരിക്കൽ ഇവൻ പള്ളിയിൽ വന്നപ്പം, പള്ളിയിൽ നിന്നൊരു ഉദാഹരണം, നിസ്കരിക്കുന്ന സ്ഥലത്ത് വന്നപ്പോ ഇഖാമത്ത് കൊടുക്കാൻ തുടങ്ങിയിരുന്നു. അതല്ലെങ്കിൽ ഏകദേശം ഇഖാമത്ത് കൊടുക്കാനായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ നിസ്കാരത്തിൽ പ്രവേശിച്ചാൽ ഇവൻ ഒന്നാമത്തെ റക്അത്തൊന്നും നഷ്ടപ്പെടൂലെങ്കിൽ പോലും ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഫളീലത്ത് നഷ്ടപ്പെടും എന്ന് കാണുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഇഖാമത്ത് കൊടുക്കാൻ തുടങ്ങിയ സാഹചര്യത്തിൽ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിൽ പ്രവേശിക്കൽ കറാഹത്താണ്. അപ്പൊ പിന്നെന്ത് ചെയ്യാ? ഫർദ് നിസ്കാരത്തിന് ശേഷത്തേക്ക് പിന്തിക്കൽ സുന്നത്താ. ഇങ്ങനത്തെ പ്രത്യേക സാഹചര്യത്തിൽ പിന്തിക്കൽ സുന്നത്ത് തന്നെയാവും. ഇല്ലാത്തപ്പോൾ ജായിസാണ്. അപ്പോൾ ഈ റവാത്തിബ് സുന്നത്തിൽ പ്രവേശിക്കൽ തുടങ്ങൽ കറാത്താക്കപ്പെടും. ഈ രണ്ടവസരത്തിലും, ഇഖാമത്ത് കൊടുക്കാൻ തുടങ്ങിയ അവസരത്തിലും, ഇഖാമത്ത് കൊടുക്കാനായിട്ടുണ്ട്, ഇപ്പൊ സുന്നത്ത് നിസ്കാരത്തിൽ പ്രവേശിച്ചാൽ ഈ സുന്നത്ത് നിസ്കാരം കഴിയുമ്പോക്ക് ഇമാമിനോട് കൂടെയുള്ള തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഫളീലത്ത് നഷ്ടപ്പെടും എന്ന് കാണുന്ന ഈ രണ്ട് സാഹചര്യത്തിലും സുന്നത്ത് നിസ്കാരം തുടങ്ങൽ കറാഹത്താണ്, പിന്തിക്കൽ സുന്നത്തുമാണ്. ഇങ്ങനത്തെ പ്രത്യേക സാഹചര്യമില്ലെങ്കിൽ മുമ്പ് നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമം. എന്നാൽ പിന്തിക്കൽ ജായിസാണ്. അതുകൊണ്ട് നിസ്കാരം ഖളാ ആവുകയില്ല, കറാഹത്തുമില്ല. ഓക്കെ. എന്നാൽ മുമ്പുള്ളതിനെ പിന്തിക്കൽ ജായിസാവും. ലാ തഖ്ദീമുൽ ബഅദിയ്യത്തി. എന്നാൽ ഫർദ് നിസ്കാരങ്ങളുടെ ശേഷമുള്ള റവാത്തിബ് സുന്നത്തിനെ മുന്തിക്കാൻ പാടില്ല. അലൈഹി ഫർദ് നിസ്കാരത്തെക്കാൾ മുന്തിക്കാൻ പാടില്ല. അതായത് ളുഹ്ർ നിസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ ളുഹ്റിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കുക, മഗ്രിബിന്റെ മുമ്പ് തന്നെ മഗ്രിബിന് ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കുക, ഇശാഇന്റെ മുമ്പ് തന്നെ ഇശാഇന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കുക. അത് ജായിസാവൂല, ആ നിസ്കാരം തന്നെ സഹിയാവൂല. എന്താ? ലി അദമി ദുഖൂലി വഖ്തിഹ. ഈ ശേഷമുള്ള സുന്നത്ത് നിസ്കാരത്തിന്റെ വഖത്ത് പ്രവേശിച്ചിട്ടില്ല എന്നതുകൊണ്ട്. വഖത്താകാതെ നിസ്കരിക്കാൻ പാടില്ലല്ലോ. അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം നിസ്കരിച്ചാൽ ഹറാമാവും, നിസ്കാരത്തെ സഹിയുമല്ല. അറിയാതെ അബദ്ധത്തിൽ ചെയ്താൽ മുത്തലഖ് സുന്നത്താവും. ശേഷമുള്ള സുന്നത്തിന്റെ കൂലി കിട്ടൂലെങ്കിലും അറിയാത്ത ഒരാള് അല്ലെങ്കിൽ ഓർമ്മയില്ലാതെ അങ്ങനെ സംഭവിച്ചു പോയാൽ നിസ്കാരം സഹിയാവും. പക്ഷെ മുത്തലഖ് സുന്നത്തായിട്ടേ വരുള്ളൂ, ശേഷമുള്ള സുന്നത്താവില്ല. കാരണം എന്താ? വഖത്ത്. ഇപ്പൊ ഇതുപോലെ എന്ന് വെച്ചാൽ ഒരാൾ 100 അങ്ക് കൊടുത്തു എന്ന് ധരിച്ചു, 100 ആയിട്ടുണ്ട് എന്നുള്ള ധാരണയിൽ 100 സ്കരിച്ചു. 100 സ്കരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇവന് മനസ്സിലായത് 100 വഖത്ത് കടന്നിട്ടില്ലായിരുന്നു എന്ന്. എന്നാൽ ഈ നേരത്തെ സ്കരിച്ച ബാത്തിലൊന്നും ആവില്ല, അറിയാതെ അങ്ങനെ സംഭവിച്ചതായതുകൊണ്ട് മുത്തലഖ് സുന്നത്തിന്റെ കൂലി കിട്ടും. ഫർള് വേറെ സ്കരിക്കണം എന്നതുപോലെ അറിയാതെയാണെങ്കിൽ അല്ലെങ്കിൽ മനഃപൂർവ്വം അല്ലാതെ അങ്ങനെ സംഭവിച്ചു പോയതാണെങ്കിൽ മുത്തലഖ് സുന്നത്താവും. ഏതായാലും ശേഷമുള്ളത് ഒന്നിച്ച് നിസ്കരിച്ചാൽ നിസ്കാരം തന്നെ സഹിയാവുകയില്ല. ഇപ്പോ ളുഹ്ർ ബാങ്ക് കൊടുത്ത ഉടനെ മുമ്പുള്ളത് നിസ്കരിച്ചു, ശേഷമുള്ളത് നിസ്കരിച്ചു, എന്നിട്ട് ഫർള് നിസ്കരിച്ചാന്ന് വെച്ചാൽ സഹിയാവില്ല എന്ന് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ വക്കതാ, ഇതുപോലെ തന്നെ മുന്തിക്കൽ സഹിയാവുകയില്ല, മുന്തിക്കൽ ജായിസാവുകയില്ല. എപ്പോഴാണെങ്കിലും ബഅദ ഖുറൂജിൽ വഖ്തി, നിസ്കാരം ഖളാ ആയതിന്റെ ശേഷമാണെങ്കിലും നിസ്കരിക്കുന്നതിന് മുമ്പ് ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കാൻ പറ്റുകയില്ല. അതെങ്ങനെ പറഞ്ഞു മനസ്സിലായോ? അനുവിനെ ആദ്യം പറഞ്ഞേക്കല്ല. അത് ആദ്യം പറഞ്ഞ ബാങ്ക് കൊടുത്തു, 100 ബാങ്ക് കൊടുത്ത്. 100 ബാങ്ക് കൊടുത്തപ്പോ ആദ്യം 100ന്റെ മുമ്പുള്ള 4 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. അത് കഴിഞ്ഞ ഉടനെ 100ന്റെ ശേഷമുള്ള 4 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. എന്നിട്ടാണ് 100 നിസ്കരിച്ചത്. അത് ശരിയാവൂല, ശേഷമുള്ളതിന്റെ വഖത്ത് നടന്നിട്ടില്ല. എന്നാൽ 100 എന്തോ സംഗതി വശാൽ ഖളായി അസറായി പോയി, സംഗതി അസറായി 100 നിസ്കരിച്ചിട്ടില്ല. അങ്ങനെ 100ന് വേണ്ടി ബാങ്ക് വിളിച്ച് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് നിസ്കരിച്ചു, ളുഹ്റിന്റെ ശേഷമുള്ള 2 റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് പിന്നെ 100 നിസ്കരിക്കാൻ പറ്റുമോ? കാരണം എന്താ? ളുഹ്റിന്റെ വഖത്ത് ഖളായില്ലേ. അപ്പൊ 100ന്റെ വഖത്ത് ഖളായപ്പം അവിടെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരം 100ന് മുമ്പ് നിസ്കരിക്കാൻ പറ്റുമോ? അതും പറ്റൂല. ഖളാ എന്ന് പറഞ്ഞാൽ തഖ്ദീമുൽ ബഅദിയ്യത്തി അലൈഹിൻ, ശേഷമുള്ള സുന്നത്ത് നിസ്കാരത്തെ ഫർദ് നിസ്കാരത്തിനേക്കാൾ മുന്തിക്കാൻ ജായിസാകാത്തത് പോലെ
വഖത്തിലാണെങ്കിൽ ജായിസാകാവില്ല. അതുപോലെ തന്നെ വഖത്തിൽ മുന്തിച്ച് നിസ്കരിക്കൽ ജായിസാകാത്തത് പോലെ വഖത്ത് ഖളാഇന് ശേഷം ഖളാ വീട്ടുകയാണെങ്കിൽ അപ്പോഴും ഫർദ് നിസ്കാരത്തിന് മുമ്പ് നിസ്കരിക്കാൻ പാടില്ല. അതാ കഥ. മനസ്സിലായില്ലേ? അപ്പൊ അവിടെ ചെറിയൊരു തഖ്ദീർ ആവശ്യമുണ്ട്. ഇവിടെ അല്ല, അതിന്റെ മുമ്പ് തഖ്ദീമുൽ ബാദിയത്തി അലൈഹി ഫിൽ വഖ്തീൻ, ളുഹറിന്റെ ശേഷമുള്ള സുന്നത്തുസ്കാരം അല്ലെങ്കിൽ മഗ്രിബിന്റെ ശേഷമുള്ള അല്ലെങ്കിൽ ഇശാന്റെ ശേഷമുള്ള സുന്നത്തുസ്കാരത്തെ ഈ ളുഹർ വഖത്തിൽ അല്ലെങ്കിൽ മഗ്രിബിന്റെ വഖത്തിൽ അല്ലെങ്കിൽ ഇശാന്റെ വഖത്തിൽ, ഇശാ നിസ്കരിക്കുന്നതിന് മുമ്പ്, മഗ്രിബ് നിസ്കരിക്കുന്നതിന് മുമ്പ്, ളുഹർ നിസ്കരിക്കുന്നതിന് മുമ്പ് നിസ്കരിക്കാൻ പാടില്ല, ജായിസാവൂല. ഇനി അതുപോലെ തന്നെയാണ് ശേഷമുള്ള സുന്നത്തിനെ മുന്തിച്ച് നിസ്കരിക്കൽ ജായിസാവില്ല. എപ്പോ ഖളാ ആയതിന്റെ ശേഷമാണെങ്കിലും പറ്റൂല. കാരണം എന്താ? വഖത്ത് കടക്കാതെ ഖളാ ആവുന്ന പെട്ടതാണത്. ളുഹർ നിസ്കാരം ഖളാ ആയാൽ ളുഹറിന്റെ മുമ്പുള്ള സുന്നത്തും ഖളാവും ശേഷമുള്ള സുന്നത്തും ഖളാവും. എന്നാ ശേഷമുള്ള സുന്നത്തിന്റെ വഖത്ത് കടന്നിടണോ? കടന്നിട്ടോട്ടില്ലാണോ? കാരണം എന്താ? ശേഷമുള്ളതിന്റെ വഖത്ത് കടക്കൽ നിസ്കരിക്കൽ കൊണ്ടാ. ളുഹർ നിസ്കരിച്ചെങ്കിൽ ളുഹറിന്റെ ശേഷമുള്ള സുന്നത്തിന്റെ വഖത്ത് കിടക്കുള്ളൂ. ളുഹർ ഖളാ ആയാൽ എന്താവും ചെയ്യും? ളുഹറിന്റെ ശേഷമുള്ള സുന്നത്ത് ഖളാവും ചെയ്യും. അപ്പൊ ളുഹറിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരം വഖത്ത് കടക്കാതെ തന്നെ ഖളാവും എന്നർത്ഥം. അതാ പറഞ്ഞതിന്റെ അർത്ഥം. എന്നാലും അവിടെ എന്താ ഒഴിപ്പിക്കാൻ പറ്റൂല? ഈ ളുഹറിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരം ളുഹർ നിസ്കരിക്കുന്നതിന് മുമ്പ് പറ്റൂല. സംഗതി ഇപ്പൊ വഖത്ത് ഖളായിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യം വഖത്ത് കടന്നിട്ടില്ല എന്നുള്ളതാണ് ശരി. അതല്ല ചെയ്യും. അതാണ് മുഅ്തമദനുസരിച്ച്. അതേ സമയത്ത് മുഅ്തമദിന്റെ മാറ്റം ഒരു ദഈഫായ വജ്ഹുണ്ട്. ഖളായി, ഉദാഹരണം ളുഹർ നിസ്കാരം ഖളായി, അസറിന്റെ വഖത്തിലാണ് ളുഹർ നിസ്കരിക്കുന്നത് എങ്കിൽ ളുഹറിന്റെ മുമ്പുള്ള സുന്നത്ത് പോലെ തന്നെ ശേഷമുള്ള സുന്നത്തും ളുഹർ നിസ്കരിക്കുന്നതിന് മുമ്പ് കുഴപ്പമില്ല നിസ്കരിക്കുന്നതിന് എന്നൊരു കൗലുണ്ട്. പക്ഷെ അത് ശരിയല്ല. കാരണം എന്താ? ശേഷമുള്ളതിന്റെ വഖത്ത് കടക്കൽ ഫർദ് നിസ്കരിക്കലോട് കൂടിയാ. ഇനി അതവിടെ ഒരു കാര്യം പറഞ്ഞതാ. അപ്പൊ മുമ്പുള്ളതിനെ പിന്തിക്കാൻ കുഴപ്പമില്ല. ചിലപ്പോൾ പിന്തിക്കൽ സുന്നത്താവുന്ന സാഹചര്യങ്ങളും വരും. ശേഷമുള്ളതിനെ ഫർദ് നിസ്കാരത്തേക്കാൾ മുന്തിക്കാൻ പാടില്ല, അത് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞത് അവിടെ കഴിഞ്ഞു. ഇനി വൽ മുഅക്കദു മിനർ റവാതിബി, ഫർദ് നിസ്കാരത്തിന്റെ മുമ്പും പിമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിൽ മുഅക്കദായത് അശ്റുൻ 10 റക്അത്താണ്. എങ്ങനെ ഇപ്പൊ ഇത് മുഅക്കദ് കണക്കാക്കല്? മുഅക്കദ് കണക്കാക്കുക പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിവായി നിർവഹിച്ചു എന്നതാണ്. വാക്കാൽ പറയുക മാത്രമോ അപൂർവം സന്ദർഭങ്ങളിൽ മാത്രം നിസ്കരിക്കുകയോ ചെയ്താൽ അത് മുഅക്കദല്ലാത്തത്. പതിവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചു പോകുന്നതാണെങ്കിൽ മുഅക്കദായത്. ഇപ്പൊ മൊത്തം 22 റക്അത്ത് പറഞ്ഞു. അതിൽ 12 റക്അത്ത് ഗൈറു മുഅക്കദാ, മുഅക്കദല്ലാത്തതാ. എന്നാൽ 10 റക്അത്ത് മുഅക്കദാണ്. അതൊക്കെ ആ മുഅക്കദായ 10 റക്അത്ത് തന്നെ റക്അത്താനി ഖബ്ല സുബ്ഹിൻ, സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത്, വളുഹ്റിൻ, ളുഹ്റിന്റെ മുമ്പുള്ള 2 റക്അത്ത്, അപ്പൊ 4ആയി. വബഅദഹു, ളുഹ്റിന് ശേഷമുള്ള 2 റക്അത്ത്, അപ്പൊ 6ആയി. വബഅദ മഗ്രിബിൻ, മഗ്രിബിന്റെ ശേഷമുള്ള 2, അപ്പൊ 8ആയി. വഇശാഇൻ, ഇശാഇന്റെ ശേഷമുള്ള 2, അങ്ങനെ 10ആയി. ഈ 10 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണ് മുഅക്കദായ റവാത്തിബ്. എന്നാൽ മൊത്തം 22 റക്അത്ത് ആണ് കാണും. അതവിടെ കഴിഞ്ഞു. അന്നേരം പൂർത്തിയാക്കണ്ട. പക്ഷെ ഇന്നലെ സമയം തികയാതെ വന്നപ്പോ ഇടക്ക് വെച്ച് അന്നേരം മിഞ്ഞാന്നത്തെ പാഠത്തിൽ അതവിടെ നിർത്തിവെച്ചതാണ്. മറ്റേ നമ്മൾ ഓതി വന്ന റവാത്തിബ് സുന്നത്തിന്റെ ഭാഗത്തിൽ പെട്ടത് തന്നെയാണ് അത്. ഇനി അടുത്ത സുന്നത്ത്, അവിടെ ഇബാറത്തിൽ ഒരു കുഴമറച്ചിലുണ്ട് ആലുലെ. എങ്ങനെയുള്ളതെന്നറിയോ? വയുസന്നു വിത്റുൻ ഐ സ്വലാത്തുഹു. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇബാറത്ത് വിത്റുൻ എന്ന് പറഞ്ഞിട്ട് ഒരു വരട്ടിട്ട് അതിന്റെ ഉള്ളിൽ കുടുക്കിയിട്ട് പിന്നെ ഒരു വാവിനെ ഒറ്റക്ക് വെച്ചിട്ട് യുസന്നൂനെ ബേക്ക് കൊടുത്തേക്കാണ്. അങ്ങനെയല്ലേ ഇപ്പൊ ഉള്ളത്? അത് തെറ്റാ. അച്ചടിയിൽ വന്ന പിഴവുകളാണ്. അതൊക്കെ അച്ചടി തെറ്റാ. ഇയാൾ ശരിക്കും എങ്ങനെയുള്ളത്? വയുസന്നു സുന്നത്താക്കപ്പെടും. ആ യുസന്നു മത്തിനല്ല, വാവേ മത്തിനുള്ളൂ. വിത്റുൻ എന്ന, അപ്പൊ മത്തിന് നേരിട്ടുള്ളത് വ വിത്റുന്ന. മനസ്സിലായില്ലേ? റവാത്തിബ് യുസന്നു, റവാത്തിബ് മുമ്പ് പറഞ്ഞു റവാത്തിബ് സുന്നത്താക്കപ്പെടും. ഇനി അയിമക്ക് അത്ഫായിട്ട് വ വിത്റുന്ന,
അപ്പൊ യുസന്നു വിത്റുൻ. അപ്പൊ ഇബാറത്തിൽ വന്ന തെറ്റാണ്, അത് തിരുത്തണം. അല്ല ഞാൻ അതിന് വേർക്കും. കിതാബ് മാത്രം എടുത്ത് വെച്ച് നോക്കുമ്പോഴേ ആകെ വേജാറാവും. അങ്ങനെയല്ല. അപ്പൊ യുസന്നു സുന്നത്താക്കപ്പെടും, വിത്റുൻ വിത്റ് സുന്നത്താക്കപ്പെടും. വിത്ർ എന്ന് പറഞ്ഞാൽ അവിടെ മുദാഫ് മഹദൂഫാണെന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് ഐ സ്വലാത്തുഹു, ഐ സ്വലാത്തുൽ വിത്തിരി എന്നർത്ഥം. വിത്ർ നിസ്കാരം സുന്നത്താക്കപ്പെടും. വിത്ർ എന്ന് പറഞ്ഞാൽ ഒറ്റനെ അർത്ഥമുള്ളൂ. അപ്പൊ സ്വലാത്തുൽ വിത്ർ പറഞ്ഞാൽ ഒറ്റയായി നിർവഹിക്കപ്പെടാൻ കൽപ്പിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരം. എപ്പോഴാ സുന്നത്താക്കപ്പെടുക? ബാദൽ ഇശായി, ഇശാ നിസ്കരിച്ചതിന് ശേഷം. ഇശ എപ്പോഴാ നിസ്കരിച്ച? അപ്പോൾ അതിന്റെ വഖത്ത് കടക്കുള്ളൂ. അല്ലെങ്കിൽ ഇശ എപ്പോ നിസ്കരിച്ചോ അപ്പോൾ അതിന്റെ വഖത്ത് കടക്കും. എന്ന് പറഞ്ഞാലോ, ഒരാള് മഗ്രിബിലേക്ക് ഇശാനെ മുന്തിച്ച് ജമ്മാക്കി, മുസാഫിറാണ്. അങ്ങനെ മഗ്രിബിന്റെ വഖത്തിൽ തന്നെ മഗ്രിബ് നിസ്കരിച്ചു, ഇശാവും നിസ്കരിച്ചു. എന്നാൽ അപ്പോൾ തന്നെ ഇശാന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കും പോലെ വിത്ർ നിസ്കരിക്കുക. ഇശാ ബാങ്ക് കൊടുക്കാൻ കാത്തിക്കേണ്ട ആവശ്യമില്ല. ഇശാ നിസ്കരിക്കണം എന്ന് മാത്രം. അതാണ് പ്രശ്നം. എന്തുകൊണ്ട്? ഖബരി അൽ വിത്റു ഹഖ്ഖുൻ അലാ കുല്ലി മുസ്ലിമിൻ. ഏത് ഖബരിയാണ്? എന്തിനാണ്? സുന്നത്താണ് എന്ന് പറഞ്ഞതിന് തെളിവ്. വിത്ർ സുന്നത്താണ് എന്ന് പറയാൻ കാരണം ലി ഖബരി അൽ വിത്റു ഹഖ്ഖുൻ അലാ കുല്ലി മുസ്ലിമിൻ. അൽ വിത്റു വിത്റുസ്കാരമാവുന്നത് ഹഖ്ഖുൻ, അത് കടമയാണ്, ബാധ്യതയാണ്. അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ ഓരോ മുസ്ലിമായ ആണ് പെണ്ണിന്റെയും മേല്. ഹഖ്ഖുൻ വാജിബുൻ എന്നൊരു റിവായത്തിലുണ്ട്. അത് ഹഖ്ഖുൻ എന്നതിന്റെ പുറമെ വാജിബുൻ എന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കെലിമത്ത് തന്നെയാണോ? അതല്ല, ചിലപ്പോൾ മുദ്റജായിട്ട്, അങ്ങനെയുണ്ട്. മുദ്റജായിട്ട് റാവികൾ ഹദീസിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ചില കെലിമത്തുകളുടെ ഉദ്ദേശം വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് തഫ്സീറായിട്ട് കടത്തി കൊടുക്കുന്ന ചില വാക്കുകളുണ്ട്. അതിന് മുദ്റജ് എന്നാണ് സാങ്കേതികമായി പറയാം. അങ്ങനെ മുദ്റജാണ് അൽ വിത്റു ഹഖ്ഖുൻ വാജിബുൻ അലാ കുല്ലി മുസ്ലിമിൻ എന്ന്. അല്ലാതെ ഫർളാണ് എന്നുള്ള അർത്ഥത്തിനല്ല. എന്ന് പറഞ്ഞാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത മുഅക്കദായ സുന്നത്താണ് എന്ന് വരുത്താനാണ് ഹക്കാണ് എന്ന് പറഞ്ഞു. എന്നാൽ ഇമാം അബൂ ഹനീഫ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ മദ്ഹബ് അനുസരിച്ച് ഫർളല്ലെങ്കിലും വാജിബാണ്. മുദ്റജ് എന്ന് പറഞ്ഞാൽ തിരിഞ്ഞില്ല ആരൂര. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ എവിടെയിച്ചു, നിങ്ങളെവിടെയിച്ചു ഇരിക്കണേ. മുദ്റജ് പറഞ്ഞാലേ ഹദീസിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനങ്ങൾ പറയുന്നതിനിടയിൽ ചില വാക്കുകൾ സന്ദർഭത്തിനനുസരിച്ച് റാവി കൂട്ടിക്കൊടുക്കാറുണ്ട്. മനസ്സിലായോ? ഈ റാവി കൂട്ടിക്കൊടുക്കുന്നത് ചിലപ്പോൾ സൂക്ഷ്മതയുള്ള റാവികളാണെങ്കിൽ അതവര് ബയാൻ ചെയ്തുകൊണ്ട് കൂട്ടിക്കൊടുക്കും. ചില റാവികൾ അത് ബയാൻ ചെയ്യാതെ കൂട്ടിക്കൊടുക്കും. രണ്ടായാലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട തിരുവചനത്തിന്റെ ഇടയിൽ കേറ്റിക്കൊടുത്ത വാക്കുകളായിരിക്കും മുദ്റജ്. അത് ചിലപ്പോൾ സൂക്ഷ്മതയ്ക്ക് വേണ്ടി വ്യക്തമാക്കാതെ വരുന്നിടത്ത് ചിലപ്പോൾ പിന്നീട് വരുന്ന പണ്ഡിതന്മാർക്ക് അതിൽ സംശയം വരാറുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പിതൃപരമ്പര എണ്ണി, പിതൃപരമ്പര എണ്ണി. എന്നിട്ട് അബ്ദുല്ലാഹിബിന്, അബ്ദുൽ മുത്തലിബിന്, ഹാഷിമിന്, അബ്ദു മനാഫിബിന്, ഖുസൈബിന്, കിലാബുബിന്, മുറത്തുബിന്, കാബുബിന്, ലുഅയ്യിബിന് ഇങ്ങനെ പടങ്ങിപ്പോയിട്ട് അദ്നാൻ എത്തിയതിന് ശേഷം പിന്നെ അങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർന്ന് പറഞ്ഞില്ല. അവിടെ പിന്നെ ഹദീസിൽ കാണാ കദിബൻ നസ്സാബൂൻ, കദിബൻ നസ്സാബൂൻ എന്ന് ആവർത്തിച്ച് പറയുന്നത്. ഇവിടെ പലരും തെറ്റിദ്ധരിച്ചു ഈ കദിബൻ നസ്സാബൂൻ എന്ന് പറഞ്ഞത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനമാണ്. യഥാർത്ഥത്തിൽ അത് അബദ്ധമാണ്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്നാൻ വരെ എണ്ണി, അവിടെ നിന്ന് അങ്ങോട്ട് എണ്ണിയില്ല. അതിന് പിന്നെ ഈ റാവി കണ്ടുപിടിക്കുകയാണ് ന്യായം. എന്തേ അവിടുന്ന് അങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണാതിരുന്നത്? അപ്പൊ അവിടുന്ന് അങ്ങോട്ടുള്ള
പരമ്പരയിൽ ചില സംശയങ്ങളുണ്ട് റാവികൾക്ക് കാരണം ചരിത്രം പറയുന്നവർക്ക്. അതുകൊണ്ടായിരിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് അങ്ങോട്ട് മേപ്പോട്ട് എണ്ണാതിരുന്നത്. ഈ ആശയം പ്രകാശിപ്പിക്കാൻ വേണ്ടി റാവി ഉപയോഗിച്ചൊരു വാക്കാണ് കദിബൻ നസാബൂൻ എന്നത്. അല്ലാതെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. പക്ഷെ അത് കണ്ടറിയാൻ നല്ല മാഹിരീങ്ങളായ മുഹദ്ദിസീങ്ങൾക്ക് മാത്രമേ അത്തരം മുദറജായ കെലിമത്തുകളെ കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. കാരണം ഇത് ഹദീസിന്റെ കെലിമത്ത് തന്നെയാണോ അല്ലയോ എന്ന് വേർതിരിക്കുന്ന യാതൊരു അടയാളവും അവിടെ ബാഹ്യമായില്ല. പക്ഷേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കെലിമത്തുമായി അത്രമാത്രം മെഴുകിച്ചേർന്ന മഹാന്മാരായ മാഹിരീങ്ങളായ മുഹദ്ദിസീങ്ങൾക്ക് അത് നാവ് കൊണ്ടുകൊണ്ട് വായിച്ചാൽ അറിയാം അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കെലിമത്തല്ല, അത് മുദറജാണ്. അത് റാവി കൂട്ടിക്കൊടുത്തതാണ് കദിബുൻ നസാബൂൻ എന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കെലിമത്തല്ല. എന്തുകൊണ്ട്? മഹാനായ ഇമാമുന ശാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങളോട് തന്നെ യമനിൽ നിന്നും അറസ്റ്റ് ചെയ്യപ്പെട്ട് ബഗ്ദാദിൽ ഹാജരാക്കി ഹാറൂനുർ റഷീദ് ചക്രവർത്തിയുടെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടപ്പോൾ നിങ്ങളുടെ നസബ പറയണം എന്ന് ഹാറൂനുർ റഷീദ് ആവശ്യപ്പെട്ടപ്പം മഹാനായ ഇമാമുന ശാഫി റളിയല്ലാഹു തആല അൻഹു അവിടത്തെ പേര് തൊട്ട് തുടങ്ങി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പയാവുന്ന അബ്ദു മനാഫിലൂടെ മുന്നോട്ട് പോയി ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം വരെയും അവിടുത്തെ ശൈഖുൽ അംബിയായ നൂഹ് അലൈഹിസ്സലാം വരെയും അവിടുന്ന് അബുൽ ബഷർ ആദം അലൈഹിസ്സലാം വരെയുള്ള പേര് പറഞ്ഞതിന് ശേഷം വ ആദമു മിൻ തുറാബ് എന്ന് പറഞ്ഞ് ഭൂമിയിലേക്ക് കൈ ചൂണ്ടി. അപ്പോ ഇമാം ശാഫി റളിയല്ലാഹു തആല അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാരമ്പര്യത്തിൽ അബ്ദു മനാഫിന്റെ മക്കളുടെ പരമ്പരയിലാണല്ലോ വേറിയിരിക്കുന്നത്. ഹാഷിമിന്റെ മക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരയും മുത്തലിബിന്റെ മക്കളുടെ പരമ്പരയിൽ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ ആ പരമ്പര ആദം നബി അലൈഹിസ്സലാം വരെ എണ്ണിയ മാത്രമല്ല ആദമു മിൻ തുറാബ് വല്യുപ്പാപ്പയാവുന്ന ആദം നബി ഇസ്ലാമിനെ മണ്ണിലാണ് വളർക്കപ്പെട്ടത്. അപ്പൊ നമ്മളൊക്കെ യഥാർത്ഥ തറവാട് മണ്ണാണ് എന്ന് വരെ പറഞ്ഞപ്പോ കൂടുതൽ വിശദീകരണം ആവശ്യപ്പെടാതെ മഹാനായ ഹാറൂനുർ റഷീദ് പറയുകയുണ്ടായി, ലാ യകൂനു ഹാദിഹിൽ ഫസഹ ഇല്ലാ മിൻ ഖുറൈശ്. ഒരു യഥാർത്ഥ ഖുറൈശിയിൽ നിന്നല്ലാതെ ഇത്രയും സ്ഫുടമായ ചരിത്ര പാരമ്പര്യം പറയാൻ കഴിയുന്ന ഒരു ലോകത്തില്ല. അപ്പോ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു എന്ത് മനസ്സിലാക്കി? അദ്നാനിന്റെ മേപ്പെട്ട് കദിബുൻ നസാബൂൻ എന്ന് പറഞ്ഞത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനമല്ല. ഈ ഹദീസ് അറിയുന്ന ആള് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹാറൂനുർ റഷീദ്. അദ്ദേഹവും മനസ്സിലാക്കി കദിബുൻ നസാബൂൻ എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനമല്ല. അല്ലെങ്കിൽ അവിടെ പിടിക്കായ്യ. എടോ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ഇരുപതിന്റെ അപ്പുറത്ത് പറയാൻ പാടില്ല. ചരിത്രം പറഞ്ഞവര് തറവാട് ചരിത്രം പറഞ്ഞവര് ഫുള്ള് പറഞ്ഞതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെന്ന്. നിങ്ങൾ എന്താ നബി തങ്ങളുടെ മേലിൽ ആരോപണം പറയുന്നത് എന്നല്ലേ പറയാ? അങ്ങനെയല്ല. ഹാറൂനുർ റഷീദ് ചോദ്യം ചെയ്തില്ല, ഇമാം ഷാഫി റളിയല്ലാഹു തആല എണ്ണി. എന്നിട്ട് ആ സഭയിലുണ്ടായിരുന്ന മുഴുവൻ ആലിമീങ്ങളും അത് അംഗീകരിച്ചു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? കദിബുൻ നസാബൂൻ എന്നത് റാവികൾ കൂട്ടിക്കൊടുത്ത മുദ്റജാണ് എന്നതുപോലെ അൽ വിത്റു ഹഖ്ഖുൻ അലാ കുല്ലി മുസ്ലിമിൻ എന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനാണ്. എന്നാൽ അതിന്റെ ചില റിവായത്തിലുണ്ട് അൽ വിത്റു ഹഖ്ഖുൻ വാജിബുൻ അലാ കുല്ലി മുസ്ലിമിൻ. ഈ വാജിബുൻ എന്നത് ഹഖ്ഖുൻ എന്നതിന്റെ അർത്ഥം ചില റാവികൾ വിശദീകരിച്ച മുദ്റജാണ്. അപ്പൊ നമ്മള് വിഷയമല്ല. ആരൂര് പിന്നെ അന്വേഷിച്ചപ്പോ പിന്നെ അത് ഇനിയിപ്പോ ഒരു ഇസ്കാരായി കിടക്കണ്ട. അതൊക്കെ ഉസൂലുൽ ഹദീസിന്റെ കായികകളിൽ പെട്ടതാണ് ആരൂര്. എന്നാൽ ഈ വിത്ർ നിസ്കാരം അഫ്ളു മിൻ ജമീഇർ റവാതിബി, ഇശാന്റെ റവാത്തിബുകളിൽ പെട്ടതാണ് വിത്ർ എന്നാണ് അഭിപ്രായം. അങ്ങനെ വരുമ്പം റവാത്തിബ് സുന്നത്തുകളിൽ ഏറ്റവും അഫ്ളലായത് വിത്റാണ്. കാരണം അഹ്ലുസുന്നത്തിന്റെ മദ്ഹബുകളിൽപ്പെട്ട ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ മദ്ഹബ് വിത്ർ വാജിബാണെന്ന, ഫർളാണെന്നല്ല, വാജിബാണ്. മുഅക്കദായ സുന്നത്തിന്റെ മേലെയാണ് എന്നർത്ഥം. മനപ്പൂർവ്വം ഒഴിവാക്കൽ ഹറാമാണ്, കുറ്റം കിട്ടുന്നേ അർത്ഥമുള്ളൂ. അപ്പൊ അങ്ങനെ വുജൂബ് കൊണ്ട് ഖൗല് നടന്നത് കൊണ്ട് അത് അലിൽ ഖിലാഫി ഫി വുജൂബിഹി, അത് വുജൂബാണെന്ന് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ മദ്ഹബിലൊക്കെ അഭിപ്രായം ഉള്ളത് കൊണ്ട് മറ്റുള്ള റവാത്തിബ് സുന്നത്തുകളെ പറ്റിയൊന്നും വുജൂബാണെന്ന് ഇമാമിങ്ങൾക്ക് അഭിപ്രായമില്ല. അപ്പൊ വുജൂബാണെന്ന അഭിപ്രായം ഉള്ളതിന് മറ്റ് സുന്നത്ത് നിസ്കാരത്തെക്കാളും പ്രാധാന്യമുണ്ട്.
എന്നാൽ വാക്കല്ലുഹു വിത്തറിൽ നിന്നിട്ട് ഏറ്റവും ചുരുങ്ങിയത് റക്കാത്തുൻ, ഒറ്റ റക്കാത്ത. ഒരു റക്കാത്ത് സ്കരിച്ചാലും വിത്തറ് സ്കരിച്ച അസുൽ സുന്നത്ത് കിട്ടും. അവിടെ വൈലം ഈ ഒരു റക്കാത്ത് സുന്നത്ത് വിത്തറിന്റെ മുമ്പ് മുൻകടന്നിട്ടില്ലെങ്കിലും നഫ്ലുൻ മറ്റൊരു സുന്നത്തുസ്കാരവും മുൻകടന്നിട്ടില്ലെങ്കിലും സുന്നത്തിന് ഇശാഇന്റെ ശേഷമുള്ള സുന്നത്തോ ഔ വൈരിഹ അല്ലാത്തതോ ആയ വേറെ 2 റക്കാത്ത് സുന്നത്ത് മുൻകടന്നിട്ടില്ലെങ്കിൽ പോലും ഒറ്റ റക്കാത്ത് സ്കരിച്ചാലും വിത്തറാകും അഖല്ല് സുന്ന. കാരണം എന്തുകൊണ്ട്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ ഒരു റക്കാത്ത് എന്ന് തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു റക്കാത്ത് എന്ന് പറഞ്ഞോടത്ത് അതിന്റെ മുമ്പ് മറ്റേതെങ്കിലും ഒരു സുന്നത്ത് വേണം എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം നിർദ്ദേശിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഹദീസിന് വരും, ഔസാനി ഖലീലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസലാസിൻ എന്ന് 3 കാര്യം വസിയത്തായി പറഞ്ഞു. അതിൽ ഉറങ്ങുന്നതിന് മുമ്പ് നിസ്കരിക്കാനും ഒരു റക്കാത്തെങ്കിലും വിത്ർ നിസ്കരിക്കാനും കൽപ്പിച്ചു എന്ന്. അപ്പൊ ഒരു റക്കാത്ത് നിസ്കരിച്ചാലും വിത്റിന്റെ ചുരുങ്ങിയ കടമ വീടും എന്ന് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടു. അപ്പൊ അതിന് മുമ്പ് വേറെ സുന്നത്ത് ഉണ്ടായാൽ നല്ലത്, വേറെ ഇല്ലെങ്കിലും ഒരു റക്കാത്ത് നിസ്കരിച്ചാൽ വിത്റായി തീരും. അലഫിൽ മജ്മുഇൽ ഇമാം നവവി തങ്ങൾ പറയാണ് എന്ത്? അതിനൽ കമാലി ഒരു റക്കാത്ത് നിസ്കരിച്ചാൽ കിട്ടുമെങ്കിലും പൂർണ്ണമായതിന് വ്യത്യസ്ത പദവികളാണ്. അതിലേറ്റവും ചുരുങ്ങിയത് സലാസുൻ, ഒന്ന് സ്കരിച്ച അസ്ൽ സുന്നത്ത് കിട്ടുന്നുള്ളൂ. ഒരു പൂർണ്ണമായ രൂപത്തിൽ ചുരുങ്ങിയത് 3 റക്കാത്താണ്. എന്നാൽ മാലിക് ഇമാം പറയുന്നത് വിത്ർ എന്ന് പറഞ്ഞ ഒറ്റ റക്കാത്ത് തന്നെ ഉള്ളൂ എന്നാ. ബാക്കിയുള്ളതിന്റെ മുഖദ്ദിമത്തുൽ വിത്ർ എന്നോ മറ്റോ പേര് പറയേണ്ടതാണ്. എന്ത്? അല്ലെങ്കിൽ ശഫ്അ് എന്ന് പറയണം. എന്തല്ല, വിത്ർ ആകെ ഒറ്റ റക്കാത്തുള്ളൂ എന്നാ മാലിക് മദ്ഹബ്. വാദിനൽ കമാലി പൂർണ്ണമായതിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് സലാസുൻ 3 വാക്കുമരു മിന്നു അതിനേക്കാളും കുറച്ചുകൂടി കാമിലായ പൂർണ്ണമായത് ഹംസുൻ 5. അതിനെക്കാട്ടിലും കുറച്ച് പൂർണ്ണമായത് സബൂൻ 7. ഫത്തിസുൻ അതിനേക്കാളും കുറച്ചുകൂടി പൂർണ്ണമായത് 9. ഇങ്ങനെയാണ്. എന്നാൽ വാക്ക് സർഹു വിത്ർ എന്ന നിലക്ക് വിത്റിൽ നിന്നിട്ട് ഏറ്റവും കൂടിയത് 11 റക്അത്തൻ 11 റക്അത്താവുന്നു. വിത്ർ എന്ന നിലക്ക് ഏറ്റവും കൂടിയാൽ 11 റക്അത്ത്. അതല്ലാതെ മുത്തലഖ് സുന്നത്ത് എന്നുള്ളവർക്ക് എത്ര നിസ്കരിക്കുക, അതിന് എണ്ണൊന്നും കണക്കില്ല. അപ്പം 100 റക്അത്ത് നിസ്കരിക്കുന്ന മഹാന്മാരുണ്ടായിരുന്നു, 1000 റക്അത്ത് നിസ്കരിക്കുന്ന മഹാന്മാരുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് മുത്തലഖ് സുന്നത്താണ്. വിത്ർ എന്ന നിലക്ക് മേലെ തല 11 റക്അത്തേ പാടുള്ളൂ എന്നതാണ് സഹിയായ ഔല്. അപ്പൊ ഫലാ യജൂസു ഏറ്റവും കൂടിയ 11 പറയുമ്പോൾ ജായിസാവൂല അസിയാദത്തു അലൈഹ 11 റക്അത്തിനേക്കാൾ അധികരിപ്പിക്കാൻ പറ്റൂല. എങ്ങനെ പറ്റൂല? ബിനിയത്തിൽ വിത്രി, അതിലേറെ നിസ്കരിക്കാൻ പാടില്ല എന്നല്ല, വിത്ർ എന്ന നിയ്യത്തോട് കൂടി 11 റക്അത്തിനേക്കാൾ ഒരു രാത്രി നിസ്കരിക്കാൻ പറ്റില്ല. എന്നാൽ അത് മുഅ്തമദായ വജ്ഹാണ്. അതിന് മാറ്റം മറ്റൊരു വജ്ഹുണ്ട്. എന്തുകൊണ്ട്? ആയിഷ റളിയല്ലാഹു തആല അൻഹ റിവായത്ത് ചെയ്യുന്ന പ്രസിദ്ധമായ ഹദീസ്, വഹാബികൾ തെറ്റിദ്ധരിച്ച ഹദീസ്, അതായത് മാകാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരി അലാ 11 റക്അ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിത്റുസ്കാരം റമളാനിലായാലും അല്ലാത്തപ്പോഴായാലും 11 റക്അത്തിനേക്കാൾ കൂടുതൽ വർദ്ധിപ്പിച്ചിരുന്നില്ല എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് 11 റക്അത്താണ് വിത്ർ എന്ന് പറയുന്നത്. എന്നാൽ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട മറ്റൊരു ബീവിയാവുന്ന ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, സല്ലല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ വിത്ര 13 റക്അ. രാത്രി തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 13 റക്അത്ത് വിത്ര നിസ്കരിച്ചു എന്ന്. അത് വ്യക്തമാണ്. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നുള്ള റിവായത്ത് വളരെ വ്യക്തമാണ്, സഹീഹായ ഹദീസുമാണ്. പിന്നെ ഈ മുഅ്തമദായ ഖൗലിന് വേണ്ടിയിട്ട് അതിനെ ന്യായീകരിക്കുന്നത് എങ്ങനെയാണ്? 2 റക്അത്ത് ഇശാന്റെ സുന്നത്ത്, 11 റക്അത്ത് വിത്ർ, രണ്ടും കൂടി കൂട്ടിയിട്ട് 13 എന്നാണ്. എന്തിനാണത്? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതും ഉമ്മു സലമ ബീബി റളിയല്ലാഹു തആല അൻഹ തങ്ങൾ ബീവി പറഞ്ഞതും തമ്മിൽ എതിര് വരണ്ടാണ്. കാരണം എന്താ?
ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞു, റമദാനിലോ അല്ലാത്തപ്പോഴോ വിത്ർ എന്ന നിലക്ക് 11 റക്അത്തിനേക്കാൾ നബി തങ്ങൾ നിസ്കരിച്ചിട്ടില്ല എന്ന് പറയുന്നു. എന്നാൽ ഉമ്മു സലമ റളിയല്ലാഹു തആല എന്ന് പറയുന്നു 13 റക്അത്ത് വിത്ർ നിസ്കരിച്ചു. അപ്പൊ ഈ 13 എന്ന് പറഞ്ഞ 2 റക്അത്ത് ഇശാഇന്റെ സുന്നത്തും ബാക്കി 11 വിത്റുമാണ് എന്ന് പിന്നീടുള്ള ഇമാമിങ്ങൾ തവീൽ ചെയ്ത് ന്യായീകരിച്ചതാ. പക്ഷെ ഈ ന്യായീകരണത്തെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി സ്വീകരിച്ചിട്ടില്ല. അത് വളരെ ചീപ്പായ വിശദീകരണമാണ്, സ്വീകാര്യമല്ല. മറിച്ച് സാധാരണയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 11 നിസ്കരിക്കുന്നത് എങ്കിലും ചിലപ്പോഴൊക്കെ 13 വിത്റും നിസ്കരിച്ചിരുന്നു. കാരണം വിത്ർ 13 നിസ്കരിച്ചു എന്ന് തന്നെയാണ് ഉമ്മു സലമ റളിയല്ലാഹു തആല പറയുന്നത്. അപ്പൊ അവർക്ക് അറിയാതെ പോകില്ല ഇശാന്റെ ശേഷമുള്ള സുന്നത്തും വിത്റും തമ്മിൽ വ്യത്യാസം ഉണ്ടായി, രണ്ടും രണ്ടാണെന്ന് അറിയാത്ത ആളൊന്നും അല്ല ഉമ്മു സലമ റളിയല്ലാഹു തആല. അത് അറിഞ്ഞുകൊണ്ട് അവർ 13 റക്അത്ത് വിത്ർ എന്ന് പറയുമ്പോ അപ്പൊ ഇതിന് എന്ത് പറയാ, പതിവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 11 റക്അത്തായിരുന്നു വിത്ർ നിസ്കരിച്ചിരുന്നത് എങ്കിലും ചിലപ്പോഴൊക്കെ 13 നിസ്കരിച്ചിരുന്നു എന്ന വ്യാഖ്യാനമാണ് അതിന് ശരി. അപ്പോ ഒരാള് വിത്ർ എന്ന നിലക്ക് 13 റക്അത്ത് വരെ നിസ്കരിക്കാം എന്ന് ഇമാമിങ്ങൾക്ക് ഒരു അഭിപ്രായമുണ്ട്. പക്ഷെ അത് മുഅത്തമദിന്റെ മാറ്റമാണ്. മുഅത്തമദ് 11, കാരണം മാകാന യസീദു ഫി റമളാൻ വലാ ഫി ഗൈരിഹി, റമളാനിലും അല്ലാത്തപ്പോഴും 11 റക്അത്തിനേക്കാൾ കൂടുതൽ വിത്ർ നിസ്കരിച്ചിരുന്നില്ല എന്ന ഹദീസ് എടുത്തിട്ട് അതാണ് വിത്ർ, മറ്റേത് മറ്റെന്തെങ്കിലും തെവീൽ ചെയ്യുന്നതാണ് നല്ലത് എന്നതാണ് ഭൂരിപക്ഷത്തിന്റെ അല്ലെങ്കിൽ പ്രബലമായ അഭിപ്രായക്കാരുടെ വ്യാഖ്യാനം. പിന്നെ വിത്രു, എന്നാൽ വിത്ർ നിർവഹിക്കപ്പെടേണ്ടത് ഔത്താറൻ ഒറ്റകളായിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ 11 സ്കരിക്കുക, അതില്ലെങ്കിൽ പിന്നെ 9 സ്കരിക്കുക, അതില്ലെങ്കിൽ പിന്നെ 7 സ്കരിക്കുക, അല്ലെങ്കിൽ പിന്നെ 5 സ്കരിക്കുക, അതും അല്ലെങ്കിൽ 3 സ്കരിക്കുക, ചുരുങ്ങിയ 1 സ്കരിക്കുക. 2 റക്അത്ത് വിത്ർ സ്കരിക്കാൻ പറ്റൂല, 4 സ്കരിക്കാൻ പറ്റൂല, 6 പറ്റൂല, 8 പറ്റൂല, 10 പറ്റൂല, 12 പറ്റൂല. ഇരട്ടയായിട്ടുള്ള വിത്ർ എന്ന് പറഞ്ഞാൽ വിത്ർ ഇരട്ടയിൽ അവസാനിപ്പിക്കാൻ പറ്റൂല എന്ന്, ഒറ്റയിൽ അവസാനിപ്പിക്കണോന്ന്, അതാ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ രണ്ടീച്ചറക്കായിട്ട് നിസ്കരിച്ച് പിന്നെ 1 നിസ്കരിക്കാൻ പറ്റൂല എന്നുള്ള അർത്ഥത്തിനല്ല. 2 നിസ്കരിച്ച് അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിത്ർ, അങ്ങനെ ഒരു വിത്രില്ല, ഇരട്ടയായിട്ടുള്ള വിത്രില്ല. പിന്നെ ഇരട്ടിയല്ല ഒറ്റയല്ലാത്ത ഇരട്ടയാവൂലേ, അപ്പൊ അതുകൊണ്ട് അത് പാടില്ല. ആട്ടെ, വലോ അഹ്റമ, ഒരാള് തക്ബീറത്തുൽ ഇഹ്റാം ചെയ്തു ബിൽ വിത്രി, വിത്റിന് വേണ്ടി, വലം യൻവി അദദൻ, എത്ര നിസ്കരിക്കാന്നുള്ള എണ്ണൊന്നും കരുതിയില്ല, സഹിയാണ്, കുഴപ്പമൊന്നുമില്ല. അള്ളാഹു തആലക്ക് വേണ്ടി ഞാൻ വിത്ർ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ എന്ന് നിയ്യത്ത് ചെയ്ത് തക്ബീർ കെട്ടി. വിത്ർ നിസ്കരിക്കുന്നു എന്ന് കരുതിയപ്പോ എത്ര റക്അത്ത് കരുതിയോ? കരുതിയില്ല. നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ വഖ്തസറ, അവന് ചുരുക്കാൻ വരാം, മാഷാ, അവൻ ഉദ്ദേശിച്ച എണ്ണത്തിന്റെ മേൽ മിൻഹു, ഈ വിത്റിൽ നിന്നും 11 വരെ കൊണ്ടുപോകാം, ഒന്നുകൊണ്ട് ചുരുക്കം ചെയ്യാം, ഒറ്റയായിട്ട് എത്ര വേണമെങ്കിലും ചെയ്യാം എന്നർത്ഥം. അല്ലല്ല ഉജഹി, കാരണം നേരത്തെ എണ്ണം കണക്കാക്കാത്തത് കൊണ്ട് 11 വരെ, 1 മുതൽ 11 വരെ ഒറ്റയായിട്ട് പറ്റും എന്ന് പറഞ്ഞല്ലോ. അത് ഏതുമാക്കാം അവന് നേരത്തെ നിർണയിച്ചിട്ടില്ലെങ്കിൽ. പക്ഷെ നേരത്തെ നിർണയിച്ചാൽ പിന്നെ മാറ്റാൻ പറ്റൂല. നേരത്തെ 5 റക്അത്ത് അല്ലെങ്കിൽ 7 റക്അത്ത് അല്ലെങ്കിൽ 11 റക്അത്ത് എന്ന് കണക്കാക്കി അങ്ങനെ വേണം. എല്ലാവരും വിത്ർ നിസ്കരിക്കുന്നൊന്നുമില്ലല്ലോ, ഓന് ഇഷ്ടമുള്ള വിത്റിന്റെ എത്ര റക്അത്ത് വേണമെങ്കിലും നിസ്കരിക്കാം. അത് ഷെയ്ഖുന, ഇവിടെ ഇമാം ഷെയ്ഖുന ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയുന്നു, ഇതല്ല വേറെ വിഷയത്തെ പറ്റിയാ പറയുന്നത് കേട്ടോ. ചില ഫുഖഹാ ബഹ്സായി പറഞ്ഞത് ആണെന്ന് തോന്നുന്നു. എന്തിനെ ബഹ്സാക്കി പറഞ്ഞു? ഇൽഹാഖഹു, ഈ വിത്റിനെ ചേർത്തിക്കൊണ്ട് പറഞ്ഞു. ബിൻ നഫിലിൽ മുത്തലഖി, മുത്തലഖ് സുന്നത്തിനോട് ചേർത്ത് പറഞ്ഞു. അതായത് മുത്തലഖ് സുന്നത്ത് പോലെയാണ് വിത്ർ എന്ന് ചില ആളുകൾ ബഹ്സായി പറഞ്ഞു. ഏതാണ് മുത്തലഖ് സുന്നത്ത് പോലെയാണ്? മിന്നന്നലഹു, ഈ വിത്ർ നിസ്കരിക്കുന്നവന് പറ്റും എന്ന വിഷയത്തിൽ, ഇദാന വഅദദൻ, ഒരു നിശ്ചിത എണ്ണം കരുതിക്കൊണ്ട് വിത്ർ നിസ്കരിക്കാൻ തുടങ്ങിയാൽ അവന് പറ്റും, അയ്യസീദ, ആ കരുതിയ എണ്ണത്തെക്കാൾ കൂട്ടാനും പറ്റും, ഒയുങ്കസായിനെക്കാട്ടിലും കുറക്കാനും പറ്റും എന്ന് ബഹസായി പറഞ്ഞത് ആണെന്ന് തോന്നുന്നു.
തവഹമഹു, ഈ ബഹസായി പറഞ്ഞതിനെ അദ്ദേഹം ഊഹിച്ചു തെറ്റിദ്ധരിച്ചു പോയതാണ്. മിൻ ദാലിക, നേരത്തെ പറഞ്ഞ എണ്ണം കണക്കാക്കാതെ വിത്തറിന് വേണ്ടി തക്ബീർ കെട്ടിയാൽ അവൻ ഉദ്ദേശിച്ചത് കൊണ്ട് നിസ്കരിക്കാൻ കുറച്ചോ അധികരിച്ചോ എന്ന് പറഞ്ഞതിൽ നിന്ന് തെറ്റിദ്ധരിച്ചതാണ്. മുത്തലഖ് സുന്നത്ത് പോലെ ഒരു നിശ്ചിത എണ്ണം കണക്കാക്കിക്കൊണ്ട് തുടങ്ങിയാലും ആ കണക്കാക്കിയതിനേക്കാൾ കുറക്കുകയോ കൂട്ടുകയോ ചെയ്യാം എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിച്ച് പറഞ്ഞതാണ്. അത് ശരിയല്ല. മനസ്സിലായോ? വളരെ നമ്മൾ മേലെ പറഞ്ഞ എന്താണ്? ഈ എണ്ണം, റക്അത്തിന്റെ എണ്ണം നിശ്ചയിക്കാതെ ഒരാള് ഞാൻ വിത്ർ എന്ന നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി നിർവഹിക്കുന്നു എന്ന നിയ്യത്തോടു കൂടി തക്ബീർ ചൊല്ലി, എന്നാൽ അവന് ഒരു റക്അത്താണെങ്കിൽ അങ്ങനെയാക്കാം, 11 ആണെങ്കിൽ അങ്ങനെയാക്കാം, അതിന്റെ ഇടയ്ക്ക് എത്ര വേണമെങ്കിലും ആക്കാം, കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം 11 വരെ എന്ന് പറഞ്ഞതിൽ നിന്ന് ചില ആളുകൾ തെറ്റിദ്ധരിച്ചു. ഒരാൾ 11 റക്അത്ത് ഞാൻ വിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടു കൂടി തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി നിസ്കരിക്കാൻ തുടങ്ങി. 2 റക്അത്ത് കഴിഞ്ഞപ്പോ ഇവന് തോന്നി 3 റക്അത്തോട് നിർത്തണം, എന്നാൽ 11നെ 3 ആക്കി മാറ്റുന്നു എന്ന് കരുതിക്കൊണ്ട് 3 റക്അത്ത് നിസ്കരിച്ച സലാം വീട്ടാം എന്ന്. അതല്ലെങ്കിൽ ഒരാൾ 3 റക്അത്ത് വിസ്കരിക്കാൻ വേണ്ടി നിയ്യത്ത് ചെയ്ത് തക്ബീർ കെട്ടി 2 റക്അത്ത് കഴിഞ്ഞപ്പോ ഇവൻ മനസ്സിലാകുമ്പോൾ കരുതിയില്ല 3 കൊണ്ട് ചുരുക്കണ്ട 5 ആക്കാൻ, അങ്ങനെയും പറ്റും. അപ്പോ നിശ്ചിത റക്അത്ത് എണ്ണം കരുതിക്കൊണ്ട് വിത്റിന് തക്ബീർ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇതിനേക്കാൾ കൂട്ടാനും അല്ലെങ്കിൽ കരുതിയതിനേക്കാളും കുറക്കാനും പറ്റും. എന്തുകൊണ്ട്? ഈ വിത്ർ നിസ്കാരം മുത്ലഖ് സുന്നത്ത് പോലെയാണ് എന്ന് ബഹസായി പറഞ്ഞു. ഇങ്ങനൊരു ബഹസിന് അയാളെ പ്രേരിപ്പിച്ചത് എന്തുകൊണ്ടാണ്? എണ്ണം കണക്കാക്കാതെ വിത്രിസ്കരിക്കാൻ കരുതിയാൽ അവന് എത്ര വേണമെങ്കിലും കുറച്ചോ കൂട്ടിയോ നിസ്കരിക്കാം എന്ന് പറഞ്ഞതിൽ നിന്നിട്ട് തെറ്റിദ്ധരിച്ചതാണ്. സംഗതി അത് അബദ്ധമാണ്. അത് രണ്ടും ഒന്നല്ല. മുത്ലഖ് സുന്നത്ത് നല്ലോ മനസ്സിലാക്കുക. മുത്ലഖ് സുന്നത്തിൽ 2 റക്അത്ത് എന്ന് കരുതി തുടങ്ങിയാൽ ആ 2 റക്അത്ത് വിട്ട് സലാം വീട്ടുന്നതിന് മുമ്പ് അത് 4 or 40 ആക്കി കൂട്ടാം. അല്ലെങ്കിൽ 40 റക്അത്ത് മുത്ലഖ് സുന്നത്ത് നിസ്കരിക്കാൻ കരുതിയാൽ 4 റക്അത്ത് നിസ്കരിച്ചിട്ട് ഇനി മതിയാക്കുകയാണെങ്കിൽ ആ മതിയാക്കുന്നതിന് മുമ്പ് 4ൽ ചുരുക്കുന്നു എന്ന് കരുതിയാൽ ചുരുക്കുകയും ചെയ്യാം. മുത്ലഖ് സുന്നത്തിനൊക്കെ പറ്റും. എണ്ണം കരുതിയാലും കുറക്കുന്നതിന് മുമ്പ് കുറക്കാൻ കരുതുക, കൂട്ടുന്നതിന് മുമ്പ് കൂട്ടാൻ കരുതിയാൽ കൂട്ടുകയും കുറക്കുകയും ചെയ്യാം മുത്ലഖ് സുന്നത്തിൽ. വിത്റിൽ പറ്റൂല. വിത്റിൽ പറ്റൂല എന്ന് മാത്രമല്ല റവാത്തിബിൽ ഒന്നിനും പറ്റൂല. ഒരു നിശ്ചിത എണ്ണം കരുതി തക്ബീർ കിട്ടിയാൽ ആ എണ്ണത്തേക്കാൾ കൂട്ടാനും പറ്റില്ല, കുറക്കാനും പറ്റില്ല. ഈ വിത്റും അങ്ങനെ തന്നെ. എണ്ണം കണക്കാക്കിക്കൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ കണക്കാക്കിയ എണ്ണത്തെക്കാൾ കൂട്ടാനും പറ്റൂല, കുറക്കാനും പറ്റൂല. ഇവിടെ പറഞ്ഞതോ? ഇവിടെ പറഞ്ഞത് റക്അത്തിന്റെ എണ്ണം കണക്കാക്കാതെ തക്ബീർ കെട്ടിയാൽ 11 വരെ എത്രയാക്കാം. ഒരു റക്അത്തോട് ചുരുക്കും ചെയ്യാം, 11 വരെ കൊണ്ടുപോകും ചെയ്യാം. അത് എണ്ണം കണക്കാക്കാതെ കെട്ടിയോർത്ത. അപ്പൊ എണ്ണം തയ്യനാക്കാതെ കെട്ടിയോർത്ത് ഏറ്റവും കുറക്കുകയും ചെയ്യാ എന്ന് പറഞ്ഞതിൽ നിന്ന് ഇത് മുത്ലഖ് സുന്നത്ത് പോലെയാണ്, എണ്ണം കണക്കാക്കിയാലും കൂട്ടും കുറക്കും ചെയ്യാ എന്ന് വരിച്ചത് തെറ്റിദ്ധാരണയാണ്. ശരിയേ, ഈ ധാരണ വ്യക്തമായ അബദ്ധമാണ്. എണ്ണം കണക്കാക്കാത്തോർത്തേത് പറ്റുള്ളൂ, എണ്ണം കണക്കാക്കിയോർത്ത് പറ്റൂല. കാരണം ഇത് മുത്ലഖ് സുന്നത്തല്ല. മുത്ലഖ് സുന്നത്തിൽ ഓക്കെയാണ് കണക്കാക്കിയ എണ്ണത്തെക്കാൾ കൂട്ടുന്നതിന് മുമ്പ് നിയ്യത്ത് ചെയ്താൽ കൂട്ടാ, കുറക്കുന്നതിന് മുമ്പ് നിയ്യത്ത് ചെയ്താൽ കുറക്ക. അത് മുത്ലഖ് സുന്നത്തിന്റെ സ്വഭാവമാണ്. ഇവിടെ പറ്റൂല. ഇവിടെ റക്അത്തിന് എണ്ണം കരുതിയത് എന്നെ പറ്റുള്ളൂ, ഏറ്റാനും പറ്റൂല, കുറക്കാനും പറ്റൂല. അതേസമയത്ത് റക്അത്തിന് എണ്ണം കരുതാതെ ചെയ്താലോ കൂട്ടിയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം. ഓക്കെ. ഈ ബാളിന്റെ കൗലി അതിന്റെ ബാക്കിയാണ്. ഒക്കെ ത്വയ്ഫിന്റെ ഭാഗത്ത് തന്നെയാണ്. കാരണം ഇമാം ഗസാലി തങ്ങളുടെ കലാമിലുണ്ട്. അനിൽ ഫൗറാനി, ഇമാം ഫൗറാനി തങ്ങളെ തൊട്ടിട്ട് ഹിക്കായത്തായിട്ട് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞ കൗലിലുണ്ട്. എന്ത്? മാ യൂഖദു മിൻ ദാലിക, ഏത്? മുത്ലഖ് സുന്നത്ത് പോലെ വിത്റും നിശ്ചിത റക്അത്ത് കരുതി തക്ബീർ കെട്ടിയാലും കുറക്കുകയോ കൂട്ടുകയോ ചെയ്യാം എന്ന് കാര്യം പിടിക്കാൻ പറ്റുന്ന കൗല് ഫൗറാനി ഇമാമിൽ നിന്നിട്ടും ഇമാം ഗസാലി തങ്ങൾ ഉദ്ധരിച്ചതിൽ നിന്നിട്ട് കിട്ടും എന്ന് അദ്ദേഹം പറഞ്ഞത് വഹുനൈവൻ. അതും അദ്ദേഹത്തിന് പറ്റിയ അബദ്ധമാണ്. എന്താ അവിടെ ത്വയ്ഫാണ്. അത് ആ ത്വയ്ഫാകുമ്പോ അതിൻ്റെതായ ഒരു ശൈലി ഉണ്ടാവും. ത്വയ്ഫിന്റെ ശൈലി ഇന്ന് കുറച്ച് കടുപ്പേക്കാരെന്നത്.
എവിടുന്ന് തിരിഞ്ഞു? അതും അതിമാണ് കമായൊഴമിനൽ ബസീത്ത്. ഇമാം ഗസാലി തങ്ങളുടെ ബസീത്തിന് അത് നേരെ പറഞ്ഞിട്ടുണ്ട്. അത് നോക്കിയാൽ തിരിയും. പിന്നെ അങ്ങനെ മനസ്സിലാക്കി പറയേണ്ട ആവശ്യമില്ല കിതാബിന്റെ പുറത്ത് നോക്കിയാൽ തിരിയുന്നു. ബസീത്തും വസീത്തും വജീസും യഥാർത്ഥത്തിൽ ഷാഫി മദ്ഹബ് ഈ മൂന്നിൽ കുരുങ്ങി കിടക്കുകയാണ്. അതിന്റെ അപ്പുറമല്ല. മുതാഖിരീങ്ങളായ എല്ലാ ഫുഖഹാഉന്റെയും അസ്ൽ മദാർ ഈ മൂന്ന് കിതാബുകളാണ്. അൽ ബസീത്ത്, അൽ വസീത്ത്, അൽ വജീസ്. ഈ മൂന്നിൽ അതിനെ ഷറഹ് എഴുതിയിട്ടും അതിനെ ആശയ കൊടുത്തിട്ടും അതിനെ ചുരുക്കിയിട്ടും അതിനെ വസ്തു ചെയ്തിട്ടും ആണ് പിന്നീട് ഷാഫി മദ്ഹബ് മുഴുവനും നിലനിൽക്കുന്നത്. ഇമാം റാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളായാലും ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളായാലും അവരൊക്കെ ഈ മൂന്ന് കിതാബിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അതാണെങ്കിലോ അത് മൂന്നും തന്റെ ഗുരുനാഥനാവുന്ന ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമൈൻ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ നിഹായത്തുൽ നിന്ന് ആണ്. അപ്പൊ നിഹായാണ് യഥാർത്ഥത്തിൽ നിഹായത്തുൽ മത്ലബ് ഫീ ദിറായത്തുൽ മദ്ഹബ് എന്ന പേരിൽ പ്രസിദ്ധമായ ഷാഫി മദ്ഹബിന്റെ മാസ്റ്റർ പീസ് എന്ന് പറയാൻ പറ്റുന്ന ഏറ്റവും ആധികാരികമായ വലിയൊരു കിതാബാണ് ഇമാം ഹറമൈനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ നിഹായത്തുൽ മത്ലബ് ഫീ ദിറായത്തുൽ മദ്ഹബ്. സമീപകാലം വരെ അത് തൊബയില്ലായിരുന്നു. ഇപ്പോൾ അത് തൊബയുണ്ട്, വാങ്ങാൻ കിട്ടും. അതിനെ അധികരിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അൽ വസീത്ത് എന്നും അൽ ബസീത്ത് എന്നും അൽ വജീസ് എന്നും മൂന്ന് നിലക്ക് അതിനെ ആസ്പദമാക്കി ഷാഫി മദ്ഹബിനെ ക്രോഡീകരിച്ചത്. പിന്നെ അതിനെ ഷറഹായിട്ടും ആശയായിട്ടും മുഖ്തസറായിട്ടുമാണ് ഷാഫി മദ്ഹബ് ഇന്ന് നിലനിൽക്കുന്നത്. അപ്പൊ ഈ ബസീത്ത് നോക്കിയ ഇമാം ഫൗറാനിയിൽ നിന്നിട്ട് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ഗസാലി തങ്ങൾ എന്താണ് പറഞ്ഞത് എന്ന് ഏത് കുട്ടിക്കും തിരിയുന്നവർക്ക് വാദിഹാണ്. അത് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ്. കാരണം പലപ്പോഴും ഈ ഹിക്കായത്ത് ചെയ്യുമ്പോൾ ഈ ഒറിജിനൽ കിതാബിന്റെ സാക്ഷാൽ കോപ്പി കയ്യിലില്ലാതെ മറ്റു ചിലർ ഉദ്ധരിക്കുന്നിടത്തുനിന്ന് ഉദ്ധരിച്ചുകൊണ്ടൊക്കെ ഹിക്കായത്ത് ചെയ്യാറുണ്ട്. ഇന്നത്തേക്ക് പ്രിന്റ് ചെയ്ത് ലക്ഷക്കണക്കിന് കോപ്പികൾ അച്ചടിക്കുന്ന കാലമല്ല അന്ന്. അന്ന് കയ്യെഴുത്ത് കോപ്പികൾ പരിമിതമായ കോപ്പികളാണ്. അത് മറ്റുള്ളവരുടെ ഉദ്ധരണിയിൽ നിന്നിട്ടും ഉദ്ധരിച്ചതിൽ നിന്നും ഉദ്ധരിച്ചൊക്കെ വരുമ്പോൾ ചിലപ്പോൾ വഹ്മ് പറ്റുകയാണ്. പട്ടെ അതോടെ കഴിഞ്ഞു. ഇനി പറയാം. വേജിരി ഇതേ ഖിലാഫ് നടക്കും. ളുഹറിന്റെ സുന്നത്ത് 4 റക്അത്തിനെ ഇഹ്റാം ചെയ്ത ഒരാളെ വിഷയത്തിലും ഇതേ അഭിപ്രായം നടക്കുന്നുണ്ട്. എങ്ങനെ? ബിനിയത്തുൽ വസ്ലി 4 റക്അത്ത് ളുഹറിന് മുമ്പുള്ള 4 റക്അത്ത് സുന്നത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് ഒന്നിച്ച് നിസ്കരിക്കാൻ കരുതി തക്ബീർ കെട്ടിയാൽ ഇപ്പറഞ്ഞ വിത്ർ കുറക്കാനും കൂട്ടാനും പറ്റൂല എന്ന് പറഞ്ഞതുപോലെ ഇവിടെ കൂട്ടാനും കുറക്കാനും പറ്റൂല. 4 എന്നൊക്കെ ഇരിക്കണം. ഫലാ യജൂസു ലഹുൽ ഫസ്ലു 4 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കാൻ നിയ്യത്ത് ചെയ്ത് തക്ബീർ കെട്ടിയാൽ പിന്നെ 2 റക്അത്ത് നിസ്കരിച്ച് അത്തഹിയ്യാത്ത് ഓതി സലാം വീട്ടി വേറെ 2 റക്അത്ത് നിസ്കരിക്കാൻ പറ്റൂല. ഞാൻ മുസ്ലിം റക്അത്തിന് ഫസ്ൽ പറ്റൂല. 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടാൻ പറ്റൂല. സംഗതി വൈൻ നവാഹു ഈ 2 റക്അത്താക്കി ചുരുക്കാൻ കരുതിയാലും ഖബല നഖ്സി കുറക്കുന്നതിന് മുമ്പ് അത് മുത്തലഖ് സുന്നത്തിന്റെ അവിടുത്തെ ന്യായാണ്. മുത്തലഖ് സുന്നത്ത് ഒരാൾ 10 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കാൻ നിയ്യത്ത് ചെയ്ത് തക്ബീർ കെട്ടി 5 റക്അത്തായപ്പോ ഇയാൾക്ക് മതി തോന്നി. എന്നാൽ 5ാമത്തെ റക്അത്തിന് പ്രവേശിക്കുമ്പോൾ ഇയാൾ എന്ത് കരുതണം? ഞാൻ 5 റക്അത്തായി ചുരുക്കുന്നു എന്ന് കരുതി എന്നിട്ട് ചുരുക്കണം. അല്ലെങ്കിൽ 5 റക്അത്ത് നിസ്കരിക്കാൻ തക്ബീർ കിട്ടിയവൻ 5ാമത്തെ റക്അത്തിൽ സലാം വീട്ടി അത്തഹിയ്യാത്ത് സലാം വീട്ടുന്നതിന് മുമ്പ് 5ാമത്തെ റക്അത്തിന് എന്ത് കരുതി 5നെ 10 മാറ്റുന്നു കരുതി. എന്നാ കുഴപ്പമില്ല. അപ്പൊ കുറക്കുന്നതിന് മുമ്പ് കുറക്കാൻ കരുതണം, കൂട്ടുന്നതിന് മുമ്പ് കൂട്ടാൻ കരുതണം. എന്നാൽ മുത്ലഖ് സുന്നത്തിൽ പറ്റും. എന്നാൽ മുത്ലഖ് സുന്നത്തല്ലാത്ത വിത്ർ പറ്റൂല, റവാത്തിബ് പറ്റൂല, അതിലൊന്നും പറ്റൂല. ഒരു നിശ്ചിത എണ്ണം കരുതി തക്ബീർ കിട്ടിയാൽ അതിൽ കുറക്കാനും പറ്റൂല, കൂട്ടാനും പറ്റൂല. ഖിലാഫൻ ലിമം വൈമ ഫീഹ എന്ന് നേരത്തെ പറഞ്ഞ് വിത്റിന്റെ അവിടെ പറഞ്ഞ അതേ വഹ്മ് പടിയും പറ്റിയിട്ടുണ്ട്. വിത്റിന്റെ അവിടെ എണ്ണം കരുതിയിട്ട് തക്ബീർ കിട്ടിയാലും കൂട്ടുന്നതിന് മുമ്പ് കൂട്ടാനും കുറക്കുന്നതിന് മുമ്പ് കുറക്കാനും കരുതിയാൽ കൂട്ടുകയും ചെയ്യുക കുറക്കുകയും ചെയ്യുക എന്ന് തെറ്റിദ്ധരിച്ച് പറഞ്ഞതുപോലെ റവാത്തിബിന്റെ അവിടെയും പറഞ്ഞിട്ടുണ്ട്. അത് വഹ്മാണ്, അത് സ്വീകാര്യമല്ല മദ്ഹബിൽ എന്ന്. ഇന്ദഹ അതുവരെ ശൈഖുനായുടെ ഖൗലാണ്. ഇപ്പൊ വിത്ർ നമ്മൾ പറഞ്ഞു ചുരുങ്ങി 1 റക്അത്ത്, കൂടിയാൽ 11 റക്അത്ത്. ഇനി 1 റക്അത്താണെങ്കിൽ പിന്നെ പറയണമെങ്കിൽ 1 റക്അത്ത് തന്നെയല്ലേ.
ഒരു റക്അത്തിനേക്കാൾ കൂടുതൽ നിസ്കരിക്കുന്നെങ്കിൽ അൽ ഫസ്ലു ബൈന കുല്ലി റക്അത്തൈനി ബിസ്സലാമി, എല്ലാ ഈ 2 റക്അത്തും സലാം വീട്ടി വേർതിരിക്കൽ ജായിസാണ്. എന്നുമല്ല വഹുവ അഫ്ളു മിനൽ വസ്ലി, ഒന്നിച്ചു കൂട്ടി നിസ്കരിക്കുന്നതിനേക്കാളും ഉത്തമവും അങ്ങനെ തന്നെ. എന്തുകൊണ്ട്? സലാത്തുൽ ലൈലി മസന മസന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നിട്ട് ഹദീസ് വന്നിട്ടുണ്ട്. ഈ രണ്ട് റക്അത്ത് നിസ്കരിക്കലാണ് ഉത്തമം. അപ്പോ 10 റക്അത്ത് ഒന്നായിട്ടാണ് നിസ്കരിച്ചു സലാം വീട്ടി, പിന്നെ 1 റക്അത്ത് നിസ്കരിച്ച് അങ്ങനെയും ചെയ്യാം, 11 റക്അത്ത് ഒന്നിച്ചും ചെയ്യാം. എന്നാൽ ഏറ്റവും നല്ലത് 2-2-2-2 വീതം നിസ്കരിച്ച് സലാം വീട്ടി അവസാനം 1 നിസ്കരിക്കുന്ന രീതിയാണ് ഏറ്റവും അഫ്ളൽ. ഇങ്ങനെ വസ്ല് പറ്റും ബിതശഹുദിൻ, ആകെ ഒറ്റ തഹിയ്യാത്ത്. അങ്ങനെ 11 റക്അത്ത് നിസ്കരിക്കാൻ തക്ബീർ കിട്ടി, 11ാമത്തെ റക്അത്തിൽ ഒറ്റ തഹിയ്യാത്ത് ഓതിയിട്ടാണ് സലാം വീട്ടുക, അങ്ങനെ ആക്കാം. അതല്ലെങ്കിൽ തശഹുദൈനി ഫിർ റക്അത്തിൽ അഖീറത്തൈനി, അവസാനത്തെ 2 റക്അത്തിൽ അവസാനത്തെ 10ാമത്തെ റക്അത്തിൽ ഒരു തഹിയ്യാത്തും 11ാമത്തെ റക്അത്തിൽ ഒരു തഹിയ്യാത്തും, ഇങ്ങനെയാവാം. ഒന്നിച്ച് നിസ്കരിക്കുമ്പോട്ടാ ഒരാൾ 11 റക്അത്ത് ഇത്ര നിസ്കരിക്കാൻ കഴിയാൻ 2 ആൾക്ക് നിസ്കരിക്കാം. എങ്ങനെ? 11 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കാൻ കഴിയുമ്പോൾ ആകെ 11ാമത്തെ റക്അത്തിൽ മാത്രം അത്തഹിയ്യാത്ത് ഇരുന്ന് സലാം വീട്ടാം, അതിന് മുമ്പ് അത്തഹിയ്യാത്തേ ഇല്ല. അതല്ലെങ്കിൽ 10ാമത്തെ റക്അത്തിൽ ഒരു അത്തഹിയ്യാത്ത് ഓതി 11ാമത്തെ റക്അത്തിൽ 2ാമത്തെ അത്തഹിയ്യാത്ത് ഓതിയിട്ട് സലാം വീട്ടാം. ഇങ്ങനെ പറ്റുള്ളൂ, ഈ 2 കോലേ പറ്റുള്ളൂ ഒന്നിച്ച് നിസ്കരിക്കുമ്പോൾ. അല്ലാതെ 2ാമത്തെ റക്അത്തിലുള്ള അത്തഹിയ്യാത്തിരുന്നു, അവിടുന്ന് സലാം വീട്ടാതെ എഴുന്നേറ്റു, 4ാം റക്അത്തിൽ പിന്നെ അത്തഹിയ്യാത്തിരുന്നു, അവിടുന്ന് സലാം വീട്ടാതെ എഴുന്നേറ്റു, പിന്നെ 2 റക്അത്ത് നിസ്കരിച്ചു, 6ാമത്തെ റക്അത്തിൽ അവിടെ അത്തഹിയ്യാത്ത്, അങ്ങനെ നിസ്കരിക്കാൻ പറ്റൂല. അതേസമയത്ത് 8 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കുകയാണ്, അവിടെ 2 പറ്റും. എങ്ങനെ? ഈ 2 റക്അത്തിൽ വേണമെങ്കിൽ അത്തഹിയ്യാത്തോതാ, 4 റക്അത്തിലും അത്തഹിയ്യാത്തോതാ. നേരെ 4 റക്അത്ത് ഓതി നിസ്കരിച്ചിട്ടുള്ള അത്തഹിയ്യാത്ത് ഓതി, പിന്നെ 4 റക്അത്ത് നിസ്കരിച്ചിട്ടുള്ള അത്തഹിയ്യാത്ത് കൂടി ഓതിയിട്ട് സലാം വീട്ട്, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ 2 റക്അത്തിൽ ഓതി, 4ലും ഓതി, 6ലും ഓതി, 8ലും ഓതി, അങ്ങനെ ആവാം 4ആവുമ്പോ. അതേസമയത്ത് വിത്റായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ അത് പറ്റൂല. പരമാവധി 2 അത്തഹിയ്യാത്ത്, 1 അത്തഹിയ്യാത്ത് കൊണ്ട് ചുരുക്കാം, അവസാനത്തെ 11ൽ ഒറ്റ അത്തഹിയ്യാത്ത് കൊണ്ട് ചുരുക്കാം. അല്ലെങ്കിൽ 10-1, 11-1. ഇനി അങ്ങനെയല്ല, 8-1, 9-1, അല്ലെങ്കിൽ 6-1, 7-1, 4-1, 5-1, ഇങ്ങനെ ആക്കാം. അവസാനത്തെ 5-ല്, 7-ല്, 9-ല്, 11-ല് ഇങ്ങനെ ആക്കാം ഒന്നിച്ച് നിസ്കരിക്കുമ്പോ. അല്ലാതെ 2, 4, 6, 8 ഇങ്ങനെയല്ല, ഈ 2ലും അത്തഹിയ്യാത്ത് ഓതാൻ പറ്റുകയില്ല. മൊത്തം ഒന്നായിട്ട് വിത്രിനെ കൂട്ടി നിസ്കരിക്കുമ്പോൾ മേലെ തല 2 അത്തഹിയ്യാത്തേ ഓതാൻ പറ്റുള്ളൂ. എന്നാൽ 2 സ്കാലം നിസ്കരിക്കാം, ഈ 2 റക്അത്ത് നിസ്കരിച്ചെന്ന് അവസാനം 1 നിസ്കരിക്കാം, മൊത്തം 11 ഒന്നിച്ചു നിസ്കരിക്കാം. എങ്കിലും വൽ വസ്ലു ഖിലാഫുൽ ഔലാ, കൂട്ടിസ്കരിക്കൽ ഉത്തമമല്ല കറാഹത്തില്ലെങ്കിലും. 7 ഒഴിച്ച് ഫിമാദ സലാത്തി 3 ഒഴിച്ച് 3 കൂട്ടിസ്കരിക്കൽ കറാഹത്ത് തന്നെ. ഒരാൾ 5 കൂട്ടിസ്കരിക്കുന്നത് ഖിലാഫുൽ ഔല, 7 കൂട്ടിസ്കരിക്കുന്നത് ഖിലാഫുൽ ഔല, 11 കൂട്ടിസ്കരിക്കുന്നത് ഖിലാഫുൽ ഔല, 3 കൂട്ടിസ്കരിക്കുന്നതോ കറാഹത്ത്. അതല്ലേ രസം. എന്നാൽ ഹനഫിയക്ക് 3 കൂട്ടി നിസ്കരിച്ചോളന്ന, ഹനഫിയക്ക് 3 കൂട്ടി നിസ്കരിച്ചോളന്ന, അങ്ങനെ ഒരു വിഷയം. വഫിയ 3 ഒന്നിച്ച് നിസ്കരിക്കലോ മക്റൂഹുൻ, അത് കറാഹത്ത് തന്നെ. 3-ൽ കൂടുതലുള്ളത് കൂട്ടി നിസ്കരിക്കൽ ഖിലാഫുൽ ഔലയേ ഉള്ളൂ. നല്ലത് ഈ 2 റക്അത്ത് നിസ്കരിച്ച അവസാനം നിസ്കരിക്കലാണ്. ഇനി ഒന്നിച്ച് നിസ്കരിച്ചാലും കറാഹത്തൊന്നും വരൂല, ഖിലാഫുൽ ഔലയേ വരുള്ളൂ. എന്നാൽ 3 ഒന്നിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ കറാഹത്ത് വരും. എന്തുകൊണ്ട്? 3 ഒന്നിച്ച് നിസ്കരിക്കുന്നതിന് തൊട്ട് വിരോധം ഹദീസിൽ വന്നിട്ടുണ്ട്. ഫീ ഖബരി വലാ തുശബ്ബിഹുൽ വിത്ര ബിസ്വലാത്തിൽ മഗ്രിബി, വിത്ർ നിസ്കാരത്തെ നിങ്ങൾ മഗ്രിബ് നിസ്കാരത്തോട് സാദൃശ്യപ്പെടുത്തരുത് എന്ന് ഹദീസ് ഉണ്ട്. അപ്പൊ 2 റക്അത്ത് നിസ്കരിച്ച് ഒരു അത്തഹിയ്യാത്ത് ഓതി സലാം വീട്ടാതെ വീണ്ടും എഴുന്നേറ്റ് 3ാം റക്അത്തിൽ അത്തഹിയ്യാത്ത് ഓതി സലാം വീട്ടുമ്പോൾ സെയിം മഗ്രിബ് നിസ്കാരായി. അങ്ങനെ ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചതായി സഹിഹായ ഹദീസിൽ വന്നതുകൊണ്ട് അത് കറാഹത്ത് തന്നെ. 3-ല് കറാഹത്താണ്, 3 ഒന്നിച്ച് നിസ്കരിക്കൽ കറാഹത്താണ്. ആലൂരെ എന്താ പിന്നോടെ ഫീഹാ മക്റൂഹ്. 3-നേക്കാൾ കൂടുതലുള്ള ഖിലാഫുൽ ഔലയാണ്. അതിനിപ്പോ മലയാളത്തിൽ പറഞ്ഞില്ലപ്പോ ഞാന് 5 നിസ്കരിക്കുക, 7 നിസ്കരിക്കുക, 9 നിസ്കരിക്കുക, 11 നിസ്കരിക്കുക ഒക്കെ ഒറ്റ സലാം കൊണ്ട് നിസ്കരിക്കൽ കറാഹത്തില്ല, ഖിലാഫുൽ ഔലയേ ഉള്ളൂ.
അതേ സമയത്ത് 3 റക്അത്ത് ഒന്നിച്ച് ഒറ്റ സലാം കൊണ്ട് നിസ്കരിക്കൽ കറാഹത്താണ്. എന്തുകൊണ്ട് അതിനാ കറാഹത്ത്? കാരണം മഗ്‌രിബ് നിസ്കാരത്തിനോട് സാമ്യപ്പെടുത്തരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ച ഹദീസ് ഉള്ളത് കൊണ്ട്. എന്താ പിന്നെ അവിടെ കഴിഞ്ഞു. വൈസന്നു സുന്നത്താക്കപ്പെടും ലിമൻ ഔത്തറ ബിസലാസിൻ 3 റക്അത്ത് ഒരാൾ വിത്രിസ്കരിക്കുകയാണെങ്കിൽ അയഖറഫിലൂല ഒന്നാമത്തേൽ ഫാത്തിഹയ്ക്ക് ശേഷം മുതൽ സബ്ബിസ്മ റബ്ബിക്കൽ അഅ്ല എന്ന സൂറത്ത്, വഫിസാനിയത്തി 2 റക്അത്തിൽ ഓതൽ അൽ കാഫിറൂന ഖുൽ യാ അയ്യുൽ കാഫിറൂന എന്ന സൂറത്ത് ഓതൽ, വഫിസാലിസത്തി 3-ാമത്തേൽ അൽ ഇഖ്ലാസ വൽ മുഅവ്വിദത്തൈനി ഖുൽ ഹുവല്ലാഹു അഹദും ഖുൽ അഊദു ബിറബ്ബിൽ ഫൽഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും 3 കൂടി ഓതൽ സുന്നത്തുണ്ട്. എന്തുകൊണ്ട്? ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചപ്പോ അവിടെന്ന് പറഞ്ഞതാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിത്റിൽ അവിടുന്ന് സബ്ബിഹിസ്മയും 2-ാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുൽ കാഫിറൂനയും 3-ാമത്തെ റക്അത്തിൽ ഇഖ്ലാസും മുഅവ്വിദത്തൈനും ഓതാറുണ്ട് എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന സഹിഹായ ഹദീസ്. അതുകൊണ്ട് അങ്ങനെ ഓതലാണ് സുന്നത്ത്. അപ്പൊ 3 ആകർക്കിരിക്കുകയാണെങ്കിലല്ലേ? അപ്പൊ ഇനി ഫലോ ഉത്തറ ഒരാൾ വിത്രിസ്കരിക്കുകയാണെങ്കിൽ അക്സറ സലാസിൻ 3 റക്അത്തിനേക്കാൾ കൂടുതൽ നിസ്കരിക്കുകയാണെങ്കിൽ ഫയുസന്നു ലഹു അവന് സുന്നത്താക്കപ്പെടും. ദാലിക ഈ പറയുന്ന 3 സൂറത്തുകൾ ഓതല് ഫി സലാസത്തിൽ അഖീറത്തി അവസാനത്തെ 3 റക്അത്തില് ഇൻഫസല ഈ അവസാനത്തെ 3 റക്അത്തിനെ വേർതിരിച്ചാൽ അമ്മാ ഖബ്ലഹായിന്റെ മുമ്പുള്ളതിനെ തൊട്ട് എന്ന് പറഞ്ഞാൽ ആദ്യം 2 വീതം അങ്ങനെ നിസ്കരിച്ചു പോന്ന്. അങ്ങനെ 8 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം 2 റക്അത്ത് നിസ്കരിക്കുന്നു. അതിൽ സബ്ബിഹിസ്മയും ഖുൽ യാ അയ്യുൽ കാഫിറൂനയും ഓതി. അപ്പൊ 10ആയി. പിന്നെ 90 റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ അഊദു ബിറബ്ബിൽ ഫൽഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതുക. അപ്പൊ മുമ്പുള്ളതിലോ ഇഷ്ടമുള്ള ഓതിക്കോട്ടെ. വഇല്ലാ ഫല അതിന്റെ ന്യായം എന്താന്ന് മനസ്സിലായിട്ടില്ല. കൂട്ടി നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ പ്രത്യേകം സുന്നത്തില്ല എന്ന് കമാഫ്താബിഹിൽ ബുൽഖീനി ഇമാം ബുൽഖീനി അങ്ങനെ ഫത്വ കൊടുത്തുണത്രേ. എന്താ മൂപ്പര് അങ്ങനെ ഫത്വ കൊടുക്കാൻ? ما قبلها فلا يقرأ ذلك في الثلاثة الأخيرة لئلا يلزم خلوف ما قبلها عن السورة أو تطويل علامة. അതൊക്കെ ഒരു താലിംബാദില്ലാത്ത പറച്ചില. ഇല്ല ഫല എന്ന് പറഞ്ഞത് ബുൽഖീനി തൊട്ട് ഇക്കാറ്റ് ചെയ്തത് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ വിശദമായി തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറ്റും. ഉദാഹരണം പറയാം, ഒരാൾ 5 സ്കരിക്കാൻ ഒട്ടിക്കൊള്ളി, ആകെ 5 സ്കരിക്കണുള്ളൂ, എന്നാ ഒരു ഖറാത്തും വരാതെ തന്നെ ഇത് എങ്ങനെ? ഒന്നാമത്തെ റക്അത്തില് വൈലുലിൽ മുത്തഫിഫീൻ ഓതുക ഫാത്തിഹയുടെ ശേഷം. അതിന്റെ തൊട്ടടുത്തുള്ള വസമായി അല്ല ഇതസമാവൻ ഷക്കത്തോത്. 2-ാമത്തെ റക്അത്തില് വസമായി ദാത്തുൽ ബുറൂജും അതിന്റെ തൊട്ട് ശേഷമുള്ള വസമായി വക്തോരിക്ക് ഓതുക. പിന്നെ 3 റക്അത്ത് ബാക്കിയുണ്ടല്ലോ. അടുത്ത റക്അത്തില് സബ്ബിഹിസ്മ ഓതുക. പിന്നത്തെ റക്അത്തില് ഖുൽ യാ അയ്യുൽ കാഫിറൂൻ ഓതുക. ലാസ്റ്റ് റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതുക. ഒരു കുഴപ്പമില്ല. അപ്പൊ ഇല്ലാ ഫലക്ക് വലിയ മായനൊന്നും കാണുന്നില്ല. ഇനി വേറെ അഞ്ഞ് വേറൊരു മസലെ പറയുന്നത്, ഒരാള് 3 റക്അത്തിനേക്കാൾ കൂടുതൽ വിത്ർ നിസ്കരിക്കുകയാണെങ്കിൽ അവന് സുന്നത്താക്കപ്പെടും ഖിറാഅത്തുൽ ഇഖ്ലാസി ഇഖ്ലാസ് സൂറത്ത് ഓതൽ സുന്നത്താക്കപ്പെടും. ഫി ഊലൈഹി ആദ്യത്തെ 2 റക്അത്തിൽ. ആദ്യത്തെ 2 റക്അത്തിന് ഈ 3 റക്അത്തിൽ നിന്നുള്ള ആദ്യത്തെ 2 റക്അത്തിൽ എന്ന് പറഞ്ഞാൽ അപ്പൊ എങ്ങനെ ഓതുക? മുമ്പുള്ളതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഓതിക്കോളി. ലാസ്റ്റ് 3 റക്അത്തുള്ളതിൽ സബ്ബിഹിസ്മ ഓതുക, ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക. അടുത്ത റക്അത്തിൽ ഖുൽ യാ അയ്യുൽ കാഫിറൂൻ ഓതുക, ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക. പിന്നെ അവസാനത്തെ 3-ാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക, ഖുൽ അഊദു ബിറബ്ബിൽ ഫൽഖ് ഓതുക, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതുക. എന്തിനാ അങ്ങനെ 3 റക്അത്തിലും ഖുൽ ഹുവല്ലാഹു ആവർത്തിച്ച് ഓതുമ്പോ ഒരു രാത്രി 3 ഖുൽ ഹുവല്ലാഹു അഹദ് ഒരു നിസ്കാരത്തിൽ ഓതിയ ഒരു ഖത്തം ഓതിയ കൂലി കിട്ടും. അപ്പൊ സബ്ബിഹിസ്മ ഓതിയും ചെയ്തു, ഖുൽ ഹുവല്ലാഹു ഓതി.
രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതി, ഖുൽ ഹുവല്ലാഹു അഹദ് ഓതി. മൂന്നാമത്തേൽ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതി, ഖുൽ അഊദു ബിറബ്ബിൽ ഫൽഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതി. എന്നാൽ സുന്നത്താക്കപ്പെട്ട സൂറത്ത് ഓതലും കഴിഞ്ഞു, ഒരു ഖതമ് നിസ്കാരത്തിലായിട്ട് ഓതിയ കൂലിയും കിട്ടും. അതാണ് അപ്പറയുന്നത്. അത് ഫസല വസല കൂട്ടി നിസ്കരിക്കുകയാണെങ്കിലും വേറെ ഇരിച്ച് നിസ്കരിക്കുകയാണെങ്കിലും ഒക്കെ പറ്റും. ഒന്നാമത്തെ സബ്ബിസ്മിന്റെ ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക, രണ്ടാമത്തെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂന് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക, മൂന്നാമത്തെ ആദ്യം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയിട്ട് ശേഷം ഖുൽ അഊദു ബിറബ്ബിൽ ഫൽഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതുക. ഓക്കെ, അതിപ്പോ നമ്മൾ സാധാരണ ചെയ്യാത്തതാണ്. അതൊരു നല്ല കാര്യമാണ്. അങ്ങനെ ഓതിയാൽ എന്താവും? ഒരു രാത്രി നിസ്കാരത്തിൽ ഒരു ഖത്മ് ഓതിയ കൂലി കിട്ടും. അതിനാണ്. ഇനി വയ്യക്കൂല ബഅദൽ വിത്രി, വിത്ർ നിസ്കരിച്ചതിന് ശേഷം ചെല്ലലും സുന്നത്താണ്. സലാസൻ 3 പ്രാവശ്യം ചെല്ലുക. എന്തില്ല? സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന്. വയർഫഉ സൗതഹു ബിസ്സാലിസ, ആദ്യം സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് പതുക്കെ പറയാ, രണ്ടാമത് വീണ്ടും സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് പതുക്കെ പറയാ, മൂന്നാമത് ശബ്ദം ഉയർത്തിക്കൊണ്ട് സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന് പറയാം. സുമ്മ യഖൂല, അതിന് ശേഷം ചെല്ലുക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിളാക മിൻ സുഖ്തിക വബിമുആഫാതിക മിൻ ഉഖൂബതിക വബിക മിൻക ലാ ഉഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക എന്ന് ചൊല്ലുക. അല്ലാഹുമ്മ, പടച്ചോനെ, ഇന്നി അഊദു, ഞാൻ കാവല് തേടുന്നു, ബിറിളാക, നിന്റെ റിളയെ വസീലയാക്കിക്കൊണ്ട്, മിൻ സഹത്തിക്ക, നിന്റെ കോപത്തെ തൊട്ട് ഞാൻ കാവല് തേടുന്നു. പണ്ട് പറഞ്ഞേക്ക് സഹത്ത് എന്ന് ഖിയാസിയായിട്ട് പറയാ, സുഹത്ത് എന്ന് സമായിയായിട്ട് പറയാ. രണ്ട് ഖിറാഅത്തും സഹിയാണ്. വബി മുആഫാതിക, നിന്റെ വിട്ടുവീഴ്ച വടയാക്കിക്കൊണ്ട് വസീലയാക്കിക്കൊണ്ട് നിന്നോട് ഞാൻ ചോദിക്കുന്നു. മിൻ ഉഖൂബതിക, നിന്റെ ശിക്ഷയെ തൊട്ട് കാവല് തേടുന്നു. വബിക, പടച്ചവനെ, നിന്റെ പരിശുദ്ധ ദാത്ത് കൊണ്ട് ഞാൻ കാവല് തേടുന്നു. മിങ്ക, നിന്റെ വക്കൽ നിന്നുള്ള എല്ലാ ഷെറിനെ തൊട്ടും. നല്ല ഷെറും അല്ലാഹുവിന്റെ ഖദാ അനുസരിച്ച് തന്നെയാണല്ലോ. അതിനെ തൊട്ടിട്ട് നിന്നോട് തന്നെ ഞാൻ കാവല് തേടുന്നു. ലാ ഉഹ്സി സനാഅൻ അലൈക, നിന്റെ മേൽ ഞാൻ കണക്കില്ലാതെ സ്തുതിക്കുന്നു. അൻത കമാ അസ്നൈത അലാ നഫ്സിക, നീ നിന്റെ മേൽ അറ്റമില്ലാതെ സ്തുതിച്ചതുപോലെ അറ്റമില്ലാത്ത സ്തുതിക്കൽ ഞാൻ നിർവഹിക്കുന്നു. ഇനി അവിടെ പറയാം, അപ്പൊ വഖ്തുൽ വിത്രി, വിത്ർ നിസ്കരിക്കാന്റെ സമയം കത്തറാവീഹ്, തറാവീഹ് പോലെ തന്നെയാണ് തറാവീഹിന്റെ സമയവും. അത് വഹാബി മനസ്സിലാക്കിയതുപോലെ രണ്ടും ഒന്നല്ല. മനസ്സിലായോ? ഓരോരുത്തരും ഇങ്ങനെ ഇങ്ങോട്ട് കള്ളുടിച്ച് മത്തായോലേക്ക് ഇങ്ങോട്ട് പറന്നു വരും. ആ ആദർശത്തച്ഛന്റെ സമയത്ത് ഒരു കഥയില്ല. ഇറ്റങ്ങള് എന്തോ ഒരു ഹാലത്തിലാണ് ഇങ്ങോട്ട് വരവ്. അലൈഹി വസല്ലമ തങ്ങള് വിത്ർ എന്നും നിസ്കരിച്ചിരുന്നു. റമദാനിലും നിസ്കരിച്ചിരുന്നു, അല്ലാത്തപ്പോഴും നിസ്കരിച്ചിരുന്നു. റമദാനിലായത് കൊണ്ട് 11-നേക്കാൾ ഏറെ നിസ്കരിച്ചിട്ടില്ല. റമദാൻ അല്ലാത്തന്ന് റമദാൻ അല്ല എന്നതുകൊണ്ട് 11-ലോട്ട് കുറച്ചിട്ടുമില്ല. റമദാനിലും അല്ലാത്തപ്പോഴും ഒക്കെ 11 റക്അത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിത്രികരിച്ചത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനിന്റെ അവസാന 10-ൽ 3 രാത്രികളിൽ പ്രത്യേകമായ നിസ്കാരം നിസ്കരിച്ചു എന്ന് ഇമാം ബുഖാരി ഉൾപ്പെടെയുള്ള എല്ലാ ഇമാമിങ്ങളും സഹീഹ് റിവായത്ത് ചെയ്തതാണ്. ഈ പ്രത്യേക നിസ്കാരത്തെ സംബന്ധിച്ചാണ് തറാവീഹ് എന്ന് പേര് പിൽക്കാലത്ത് പറയുന്ന ആ നിസ്കാരം, റമദാന്റെ പ്രത്യേക നിസ്കാരം. അതിന് ഖിയാമ റമദാൻ എന്ന് പറഞ്ഞാലും വേണ്ടിയില്ല, തറാവീഹ് എന്ന് പറഞ്ഞാലും വേണ്ടില്ല, പേരെന്ത് പറഞ്ഞാലും വേണ്ടില്ല. പ്രത്യേകമായി 3 രാത്രി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനിൽ നിസ്കരിച്ചു ജമാഅത്തായി. അതാണ് തറാവീഹ്. അത് വേറെ തന്നെ. ഈ തറാവീഹ് നിസ്കരിക്കേണ്ടതും പതിവായി നിസ്കരിക്കുന്ന വിത്ർ നിസ്കരിക്കേണ്ടതും ഒക്കെ ബൈന സ്വലാത്തിൽ ഇശായി, ഇശാ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം വലോ ബഅദൽ മഗ്രിബി ഫീ ജംഇ തഖ്ദീമി, മഗ്രിബിലേക്ക് ഇശാനെ മുന്തിച്ച് ജമ്മാക്കിയിട്ട് മഗ്രിബിന്റെ ഉടനെ തന്നെ ഇശാ നിസ്കരിച്ചൊക്കെയാണെങ്കിലും പറ്റും. ഇശാ നിസ്കരിച്ചോടം മുതൽക്ക് വതുലുൽ ഫജ്രി, ഫജ്ർ സ്വാദിഖ് ഒളിവാവുന്നതിന്റെ ഇടക്കുള്ള സമയത്താണ് നിസ്കരിക്കേണ്ടത്. ഇശാ നിസ്കരിച്ചോടം മുതൽ തുടങ്ങി ഫജ്ർ സ്വാദിഖ് ഒളിവാവുന്നതിന്റെ ഇടക്കുള്ള സമയത്താണ് വിത്ർ നിസ്കരിക്കേണ്ടതും തറാവീഹ് നിസ്കരിക്കേണ്ടതും. പണ്ട് പറഞ്ഞേക്കാനെ വല ഹർജൽ വഖ്തു, ഇശാന്റെ നിസ്കാരം വഖ്ത് ഖളാ ആയാൽ പോലും ലം യജുസു ഖളാഉഹാ ഖബ്ല ഇശായി, ഈ തറാവീഹിനെയോ ഈ വിത്റിനെയോ ഇശാ നിസ്കരിക്കുന്നതിന് മുമ്പ് ഖളാ വിട്ടാൻ പറ്റൂല. കാരണം എന്താ? വഖ്ത് ഇറന്നിട്ടില്ല.
റവാത്തിബിൽ ബാദിയത്തി ശേഷമുള്ള റവാത്തിബുകൾ നിസ്കാരം കളായാൽ പോലും ഫർദ് നിസ്കരിക്കുന്നതിന് മുമ്പ് ശേഷമുള്ള റവാത്തിബ് നിസ്കരിക്കാൻ പറ്റാത്തതുപോലെ ഇശാന്റെ ശേഷമുള്ള റവാത്തിബിന്റെ പട്ടികയിലാണ് വിത്റും അതുപോലെ തന്നെ തറാവിയും വരുന്നത്. അപ്പൊ ഇശാ നിസ്കരിച്ചതിന് ശേഷമേ അത് പറ്റുള്ളൂ. പണ്ട് വയലുത്തറസ്ഥാന്ന് വയലു പറയുമ്പോ പറയലുണ്ട്, ഒരു മൊല്യാര് ബാലനുണ്ടോന്ന് മൊല്യാരെ കാക്ക കമ്മിറ്റി മെമ്പർ കൂട്ടാൻ പോയി ബന്ന് വരെ എത്തിയപ്പോ പള്ളിക്കൽ ജമാഅത്ത് തുടങ്ങിയെന്ന്. അപ്പോ ജമാഅത്ത് തുടങ്ങിയപ്പോ ഇവിടെ നോക്കുക ഇശാ കഴിഞ്ഞ് തറാവി നിസ്കരിക്കുക. അപ്പോ ഈ കൂട്ടാൻ പോയ കമ്മിറ്റിക്കാരൻ പറഞ്ഞത്രേ, ഉസ്താദ് നമ്മൾ എന്നാ ബേ ഇശാ നിസ്കരിച്ചു കണ്ട് പോലെ കൂട്ടത്ത് കൂടാൻ. അപ്പൊ ഈ ബയൽ വരാൻ വന്ന പോത്ത് മോദിയാരി തന്നെയാണ്, ബയൽ വരാൻ വന്ന പോത്ത് ഈ കമ്മിറ്റിക്കാരനോട് പറയാത്രേ, അത് വേണ്ട, ഇപ്പൊ ഇവിടെ വലിയ ജമാഅത്ത് നടക്കല്ലേ, അതിൽ നിസ്കരിക്കുക, ഇശാ നമുക്ക് പിന്നെ നിസ്കരിക്കാം. വൈദ്യത്രസൻ അങ്ങനെ ചെറിയ തമാശകൾ പറയലുണ്ട്. മൂപ്പര് പറഞ്ഞ തമാശ നാളെ ദിവസം നമ്മൾ പറഞ്ഞില്ലേ, ഒരു മൗല്യാരി ഇമാമായി നിസ്കരിച്ചു, തഹസീലൊക്കെ ഉള്ള മൗല്യാരി തന്നെ ഇമാമ് നിസ്കരിച്ചു, പക്ഷേ റുക്കൂ ചെയ്യാൻ മറന്നുകാണ്ട് നേരെ സുജൂദക്ക് പോയി. ഖിറാത്ത് കഴിഞ്ഞിട്ട് നേരെ സുജൂദക്ക് പോയി. സുജൂദക്ക് പോയി അവസാന നിസ്കാരം കഴിയുന്നതിന്റെ സമയത്ത് 2 സെവിന്റെ സുജൂദ് ചെയ്ത്. അപ്പൊ സലാം വീട്ടിയതിന് ശേഷം ആൾക്കാര് കാക്കാമാര് പറഞ്ഞത്രേ, അല്ല ഉസ്താദെ ഈ ഒന്നാമത്തെ റക്അത്തിൽ റുക്കൂയിൽ പോവാതെ നേരെ സുജൂദിലാണ് പോയത്, അതിനല്ലാടോ സെവിന്റെ സുജൂദ് ചെയ്ത്. റുക്കൂയും ഇല്ല ഇരുത്തിനാലും ഇല്ല, 2 ഫർള് വിട്ടതിന് അതിനല്ലേ സെവിന്റെ സുജൂദ് ചെയ്തത്. വിവരത്തിന്റെ ഊക്കാണ് എന്നതുപോലെ പറഞ്ഞതാണ്. ഏത് വയലറിയാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഉസ്താദ് പറയുന്നത്, തറാവീ ജമാഅത്ത് നടക്കണ്ടല്ലോ, അയി കൂടി നിസ്കരിക്കാം, ഇശാ നമുക്ക് പിന്നെ നിസ്കരിക്കാം. അത് പറ്റൂലാന്ന്. കാരണം ഇശാന്റെ പിന്നെയുള്ള റവാത്തിബിന്റെ സ്ഥാനത്താണ് തറാവീഹ് ഉള്ളതും വിത്തറുള്ളതും. ഇശാ നിസ്കരിക്കാഞ്ഞാൽ അത് സയ്യാവില്ല. ഇശാ അതാണെങ്കിലും ഇശാ ഖദാ ആണെങ്കിലും ഇശാ നിസ്കരിച്ചതിന് ശേഷമേ വിത്തറും തറാവീഹും നിസ്കരിക്കാൻ പറ്റുള്ളൂ. ശേഷമുള്ള സുന്നത്ത് നിസ്കാരത്തിന്റെ സ്ഥാനത്താണ്. ഖിലാഫൻ ലിമാ റജഹു ബാദു, നേരത്തെ പറഞ്ഞില്ലേ, ചില ആളുകള് ഖദാ ആയ പിന്നെ മുമ്പുള്ളത് ഈ നിസ്കാരം ഫർദ് നിസ്കരിക്കുന്നതിന് മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കുക എന്ന് പറഞ്ഞതുപോലെ വിത്തറും അതുപോലെ തന്നെ തറാവീഹും ഖളാ വീട്ടുകയാണെങ്കിൽ ഇശാ നിസ്കരിക്കുന്നതിന് മുമ്പ് ചെയ്യാം എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ശരിയല്ല. ഇനി വേറെ വലൗബാന ബുത്ലാനു ഇശാഇഹി, താൻ നിസ്കരിച്ച ഇശാ നിസ്കാരം ബാത്തിലാണെന്ന് ബോധ്യപ്പെട്ടു. ബാദഫീലിൽ വിത്രി, വിത്ർ നിസ്കരിച്ചതിന് ശേഷം സാധാരണ അവി തറാവി അല്ലെങ്കിൽ റമളാനാണെങ്കിൽ തറാവി നിസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇശാ നിസ്കാരം സഹിയല്ലായിരുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ, അപ്പൊ വിത്ർ സഹിയല്ലല്ലോ, അപ്പൊ തറാവി സഹിയല്ലല്ലോ, അപ്പൊ ഞാൻ എന്താ കാട്ടുക? വെറുതെ ആവൂല, അറിയാതെ സംഭവിച്ചതായതുകൊണ്ട് വഖാനഫിലം മുത്തലഖൻ, മുത്തലഖ് സുന്നത്തായിട്ട് സംഭവിക്കും. മുത്തലഖ് സുന്നത്തിന്റെ കൂലി കിട്ടും. തറാവി വേറെ സ്കരിക്കണം, അതുപോലെ തന്നെ വിത്ർ വേറെ സ്കരിക്കണം, എങ്കിലും എടുത്ത പണി വെറുതെ ആവില്ല, അറിയാതെ സംഭവിച്ചതായതുകൊണ്ട് മുത്തലഖ് സുന്നത്തിന്റെ കൂലി കിട്ടും. അതേസമയത്ത് മനഃപൂർവ്വമാണെങ്കിലോ നിസ്കാരം തന്നെ സഹിയാവുകയും ഇല്ല. സമയം വിത്റിന്ന് തീർക്കണം എന്ന് കരുതി ഇനി കഴിഞ്ഞ വിത്ർ തീർക്കാൻ ഞാൻ കുറെ കൂടി ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് നാളെ ബാക്കി തുടർന്നുള്ള ഓർത്തിൽ കൂട്ടാം. സമയപ്പോ തന്നെ നല്ലോണം സമയമായി. കാരണം അസറസ്കാരം വളരെ നേരത്തെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ അസറിന് ശേഷം ഇഷ്ടംപോലെ സമയ 3:35 അസറാൻ കൊടുത്താല് 7 മണി കഴിയും മഗ്‌രിബാൻ കൊടുത്ത. അങ്ങനെ എന്നാലും ഇപ്പൊ നമുക്ക് അസർ വരെ പരമാവധി നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നതുകൊണ്ട് നേരത്തെ നിർത്തേണ്ടി വരും. അതുകൊണ്ട് ഇനി കുറച്ച് സമയം എന്തെങ്കിലും അത്യാവശ്യം സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചോദിക്കാൻ വേണ്ടിയിട്ട് മൈക്ക് കൈമാറുന്നു. അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. വല്ല വീഴ്ചകളോ തെറ്റുകളോ പോരായ്മകളോ വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. അല്ലാഹു തആല നാഫിയായ ഇൽമാക്കി നമ്മളിൽ നിന്നിട്ട് കബൂലാക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് ഇനി ചോദ്യകർത്താക്കൾക്ക് മൈക്ക് കൈമാറുന്നു. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.